മറ്റേത് വിഷയമാണോ അതൊക്കെ വാദപ്രതിവാദം നടത്താം. ഇപ്പം നമ്മൾ വെച്ചത് അതൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതാണ് നജീബ്. ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞ് പറയിപ്പിച്ചതാ നിങ്ങളെ പഴയ മധ്യസ്ഥൻ. ഞാൻ പറയാൻ വിചാരിച്ചതല്ല. ഞങ്ങൾ തമ്മിൽ ഭിന്നിപ്പ് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്. പിന്നെ നിങ്ങളെ ഫത്വകൾ ഒരുപാട് ട്രിപ്പ് ജുമ നടത്താന്നുള്ള വിഷയം നിങ്ങൾ പറഞ്ഞു, അതൊന്നും നമ്മളെ വിഷയമല്ല. അതൊക്കെ പോട്ടെ. ഈ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചുകൂട്ടിയതല്ല, വളരെ കൃത്യമായി മധ്യസ്ഥന്മാര് ചർച്ചയിൽ പങ്കെടുത്തു നടത്തിയതാണ്. ഇനി എന്തിനാ പ്രമാണ ചർച്ച? നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ പ്രാവശ്യം അപ്രായോഗികമാണെന്ന് ബോധ്യപ്പെടുത്തി. ഇനി പ്രമാണമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. ഈ പറഞ്ഞ തന്നെ പറയാനല്ല. പിന്നെ ഇക്കാലം വരെ ഞങ്ങൾ പറഞ്ഞ യദൂന തദൂന അതിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം ഉണ്ടോ ഇല്ലയോ ഞങ്ങൾ പറയും. ഞാൻ എല്ലാ വേദിയിലും ചോദിച്ചു പറഞ്ഞു, ഒരൊറ്റ ഭാഷാഗ്രന്ഥത്തിലും ഇല്ല. അത് ഞങ്ങളോട് ചോദിച്ചിട്ടാ പറഞ്ഞത്. പിന്നെ ഇവിടെ മാത്രം ഞങ്ങളോട് ചോദിക്കുന്നതിനാ? നിങ്ങൾ ഇക്കാലം വരെ പറഞ്ഞു നടന്നല്ലോ, അതന്നെ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇക്കാലം വരെ പറഞ്ഞു നടന്നു ഭാഷാഗ്രന്ഥങ്ങളിൽ ഇല്ല, അതുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ഒരു ഭാഷാഗ്രന്ഥം കൊണ്ട് തെളിയിക്കും. നിങ്ങൾ പറ അത് ആ ഭാഷാഗ്രന്ഥത്തിൽ ഇല്ല. നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ട്. അതിനാ വാദപ്രതിവാദം, അല്ലാതെ ഇവിടുന്ന് പറയാനല്ല. ഞങ്ങൾ പറഞ്ഞു ഖുർആനാണ് സുന്നത്താണ്. പിന്നെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ മാത്രം, നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുള്ളത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളുകളാ ജനങ്ങള്. ബുദ്ധി എല്ലാവരും പറയുന്നത് മനസ്സിലാക്കാനും ജനങ്ങൾക്കുണ്ട്. അപ്പം ഖുർആൻ പ്രമാണമാണ്, സ്വഹീഹായ ഹദീസ് പ്രമാണമാണ്. ഇനി ഖുർആന് തഫ്സീറുകളുണ്ട്. ആ തഫ്സീറുകൾ അതേപോലെ ഭാഷാ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെട്ടതുണ്ട്. തഫ്സീറുകൾ തന്നെ റഈന്റെ അടിസ്ഥാനത്തിലുണ്ട്, മൻസൂറായ തഫ്സീറുകളുണ്ട്. അപ്പൊ ഈ തഫ്സീറുകൾ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ഞങ്ങളുടെ വാദത്തിന് തെളിവായി ഒരു തഫ്സീർ ഉദ്ധരിച്ചാൽ അതിനെന്തെങ്കിലും പോരായ്മയുണ്ടോ? നിങ്ങൾക്കത് പറയാം. ഏത് തഫ്സീർ ഞങ്ങൾ ഉദ്ധരിച്ചാലും പോരായ്മയുണ്ടെങ്കിൽ പറയാം. എന്നാൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന മാനദണ്ഡം വെച്ച് അത് പോരായ്മയല്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. അതാ വിഷയം. നിങ്ങൾ പറയുന്ന, നിങ്ങൾ എഴുതിയ, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ വെച്ച് ഞങ്ങൾ പറഞ്ഞ മാനദണ്ഡം ശരിയാന്ന് ഞങ്ങൾ തെളിയിക്കും. ഹനീഫ മൗലവി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുറം കാര്യങ്ങളാണ്. ഒരു മാനദണ്ഡം നിശ്ചയിച്ച് രണ്ടാളുകളും സംവാദം നടത്തുന്നതിനെ കുറിച്ച്, മാനദണ്ഡത്തിൽ ഉറച്ചു നിന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വഴിമാറിപ്പോയി മെൻസസിന്റെ കാര്യങ്ങളും ഖുതുബയുടെ കാര്യങ്ങളും പറഞ്ഞ് അത് ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പക്ഷത്തിരിക്കുന്ന നിങ്ങളുടെ സദസ്സിൽ അത് ബോധ്യപ്പെടുന്നുണ്ട്. 18ഓളം കാര്യങ്ങൾ മടവൂർ വിഭാഗവുമായിട്ട് നിങ്ങൾക്കുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ കേവലം ഖുർആനും സുന്നത്ത് കൊണ്ടും സംസാരിക്കുന്നുവെന്ന് പറഞ്ഞാൽ പോരെന്നും, ആ ഖുർആൻ സുന്നത്തുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആശയം ഗ്രഹിക്കാൻ മാനദണ്ഡം വേണമെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. രേഖപ്പെടുത്തിയത് ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾക്ക് ഈ വ്യവസ്ഥയിൽ നിന്ന്, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മർമ്മപ്രധാനമായ കാര്യത്തിൽ നിന്ന് മാറി ചലിക്കേണ്ട അവസരമില്ലാത്തത് കൊണ്ട്, അതിൻ്റെ ഒരു നിർബന്ധിതാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കാര്യത്തിൽ നിന്ന് മാത്രം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനും ഹദീസും അതിൻ്റെ ആശയം പറയാൻ വളയമില്ലാതെ ചാടിയ ആളുകളെ തന്നിഷ്ടത്തിനനുസരിച്ച് ഖുർആനും ഹദീസും പറഞ്ഞതുകൊണ്ടാണ് ഇന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്. വളയമില്ലാതെ ചാടുന്നവനാണ് നിങ്ങളുടെ മറുവശത്തുള്ള മടവൂര് വിഭാഗമെന്ന് എഴുതി വെച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു വളയവും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. ഏതെങ്കിലും ഒരു ഭാഷാഗ്രന്ഥത്തിൽ നിന്ന്, നിങ്ങൾ അംഗീകരിക്കുന്ന ഭാഷാഗ്രന്ഥത്തിൽ നിന്ന് ഇല്ല എന്ന് നിങ്ങളുടെ വാദത്തെ തെളിയിക്കുമെന്നാണല്ലോ ഹനീഫ മൗലവിയോട് പറഞ്ഞത്. ഞങ്ങൾ പറയുന്നു എങ്കിൽ ആ ഗ്രന്ഥം നിങ്ങൾ ഉന്നയിക്ക്, ആ ഗ്രന്ഥം കൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം. ഇത്രമാത്രം ധൈര്യം, നിങ്ങൾ പറയുന്ന അതേ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാമെന്ന് ധൈര്യം പ്രകടിപ്പിച്ചത് ബുദ്ധിയുണ്ട്, സദസ്സിന് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത്. ഈ ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിഷയം മാറി സംസാരിച്ച് ഇനി ആളുകളെയും വളയമില്ലാത്ത ചാട്ടത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. അത് ആദ്യം ഞാൻ കാണിച്ച ധൈര്യ, രണ്ടാമത് നിങ്ങൾ കാണിക്കണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ധൈര്യം അത്. ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചോ അതല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് തഫ്സീറും, ഏത് ഭാഷാഗ്രന്ഥവും, ഏത് കിതാബുകൾ ഉദ്ധരിച്ചോ. എന്നാൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ എഴുതി വെച്ച, നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡം ഉപയോഗിച്ച് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾക്ക് ലേശം വിഷമമുണ്ടല്ലേ മെൻസസ് പറയുമ്പോ? ഇത് മെൻസസായി ബന്ധപ്പെട്ടതല്ല ചർച്ച. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നത് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയും പോലെയാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്. ശരിയാണ്, ഞങ്ങളത് പറയേണ്ടി വന്നു. നജീബ് വലിയ സങ്കടത്തോടെ മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് ഒരു കൂട്ടർ പറഞ്ഞു നടക്കാൻ പറയേണ്ടി വന്നത് എപ്പോഴാ? നജീബ് വലിയാർ പറഞ്ഞു മെൻസസ് പുരുഷന്മാർക്കും ഉണ്ട്. പുരുഷന്മാർക്കും വരുന്ന രക്തത്തിന് മെൻസസ് എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു മെൻസസ് അല്ല,
അതിന് മെൻസസ്, കാരണം ഇതാ എഴുതി വെച്ചു എന്ത്, സുന്നികൾ ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് കബറാളികളോട്. അപ്പം പ്രാർത്ഥന കബറാളികളോട് നടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്തവരോട് നടത്താറുണ്ട്. അപ്പം പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നത് അതിനെപ്പറ്റി മിണ്ടണ്ടെന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം നജീബ് അലവി ഒഴിവാക്കിയ സാധനം അത് മിണ്ടിയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരിക്കലെങ്കിലും നജീബ് അലവി പ്രതികരിച്ചിരുന്നോ? ഇല്ല. മൂപ്പർക്കറിയാൻ വരാൻ പോണ എന്താ, മൂപ്പരെ പറഞ്ഞു നടന്നു നുസ്രത്തിലെഴുതി മെൻസസ് പുരുഷന്മാർക്കുണ്ടാവും, അതായത് അള്ളാഹ് അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളത് പോലെയാണെങ്കിൽ നിങ്ങൾ പറയരുത്. അപ്പൊ വളരെ കൃത്യമാണ്, പ്രമാണങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വാദപ്രയോഗം നടക്കണം. അതിന് ഏതൊക്കെ തഫ്സീർ ഏതൊക്കെ ഭാഷാഗ്രന്ഥം പറയാൻ കഴിയില്ല, അപ്രായോഗികമാണ്. അതിൽ പറയുന്ന 15 പറഞ്ഞു, നിങ്ങൾ ആദ്യം 30 പറഞ്ഞു, പിന്നെ 1 പറഞ്ഞു. അപ്പൊ അതിൽ ഏതിന് മുൻഗണന എഴുതൽ അപ്രായോഗികമാണ്. അതുകൊണ്ട് ഏത് തഫ്സീറും ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥവും ഉദ്ധരിക്കാം. ആ ഭാഷാഗ്രന്ഥങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്നുള്ളതിന് തെളിവായി നിങ്ങൾ ഉദ്ധരിക്കുന്ന എല്ലാ തെളിവും തെറ്റാന്ന് ഞങ്ങൾ തെളിയിക്കും. ഏത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചോളാൻ ഹനീഫ് മൗലവി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശുദ്ധ ഖുർആനിന് ഏത് തഫ്സീർ ഉദ്ധരിച്ചാലും ആ തഫ്സീർ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് വാദപ്രതിവാദത്തിൽ നിങ്ങൾ പറയില്ല എന്ന് നമുക്കിവിടെ രേഖപ്പെടുത്തി വെച്ചാൽ ആ പ്രശ്നം കുറെ പരിഹരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത് മതി, അൽഹംദുലില്ലാ. അല്ല, നിങ്ങൾ തക്ബീർ ചെയ്യലണ്ട. വളരെ കൃത്യമാണ് ഹനീഫ് മൗലവി ചെന്നെത്തിയത്. ഏത് തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ടും നിങ്ങൾക്ക് തെളിയിക്കാം എന്ന് ഹനീഫ് മൗലവി പറഞ്ഞത്. ഏത് തഫ്സീർ സുന്നി പക്ഷം ഉദ്ധരിച്ചാലും ആ ഉദ്ധരിച്ച തഫ്സീർ ഞങ്ങൾ നിരാകരിക്കില്ല, സമ്മതിച്ചു കൊള്ളാം എന്ന് നമുക്ക് ഇവിടെ വെച്ച് എഴുതി രേഖപ്പെടുത്താം. അതോടുകൂടെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രമാണ ചർച്ചയ്ക്ക് ഏകദേശ പരിഹാരമായി എന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. മറ്റൊന്ന് വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ അടിസ്ഥാന പോയിന്റിൽ നിന്ന് വളഞ്ഞ് രക്ഷപ്പെട്ടാൽ കേരള സുന്നി ജമാഅത്താണിത് എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ എടുത്തല്ലോ. ഈ സംവാദത്തിന്റെ വ്യവസ്ഥ തീരുമാനിച്ച് 2 പണ്ഡിതന്മാർ ഒപ്പിട്ട് കഴിഞ്ഞാല് ഞങ്ങൾക്കുണ്ട് കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ എടുക്കാൻ. ആ പുസ്തകങ്ങൾ എടുപ്പിക്കണോ വേണ്ടയോ എന്ന് ഹനീഫ് മൗലവിക്ക് ആലോചിക്കാം. പക്ഷെ പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ട് സംഗതി നമ്പറാക്കിയാല് ഞങ്ങൾ ഒരുപാട് സംഗതി എടുക്കാനുണ്ട്. നേരം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് റെഡിയാ. ഈ പറയുന്ന മെൻസസിന്റെ കഥ എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൂപ്പരെന്തോ പറഞ്ഞു, അവർക്കെന്തോ ഇത് സംഭവം മെൻസസ് എന്ന് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. എന്താണ് സംഭവം എന്ന് അവർക്ക് തിരിഞ്ഞിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് തിരിച്ചു തരാം. അതിനു വേണ്ടി മാത്രം നമുക്ക് വേണ്ട ഇപ്പൊ വ്യവസ്ഥ ഇത് റെഡിയാക്കിയാൽ ഇനി വിഷയങ്ങൾ തിരഞ്ഞെടുത്താൽ മതി വാദപ്രതിവാദത്തിന്. അതുകൊണ്ട് എൻ്റെ പൊന്നു കൂട്ടരെ, ഈ സാധാരണക്കാർക്ക് ഖുർആൻ നിങ്ങൾ വ്യാഖ്യാനിച്ചോളി, നിങ്ങൾ അർത്ഥം പറഞ്ഞോളി എന്നും പറഞ്ഞ് നാടന്മാരെ പിഴപ്പിക്കാതെ നിങ്ങൾ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്നവർ അതിൻ്റെ മാനദണ്ഡവും അതിൻ്റെ വളയവും ഒന്ന് ജനങ്ങളോട് പറ, നാട്ടുകാർ കേൾക്കട്ടെ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടൊന്ന് ബഹുമാന്യരായ സദസ്യരോട് ഇവിടെ 2 പക്ഷത്തെയും പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും താല്പര്യങ്ങളും താല്പര്യക്കുറവുകളും വൈകാരികതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും വളരെ സമാധാനവും ശാന്തവുമായി ഒരു ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടായാൽ രണ്ടാമത്തെ അടുത്ത ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടാകുമ്പോൾ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. വളരെ നല്ലത്. നമുക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. ദയവായി വളരെ കൃത്യമായി സദസ്സിൽ അച്ചടക്കം നിർബന്ധമായും പാലിച്ചിരിക്കണം. സംസാരവും ആക്ഷനും ഒക്കെ സ്റ്റേജിൽ മാത്രമായിരിക്കും. മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്നുള്ള എന്താന്നുള്ള മുജാഹിദികൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. കാരണം ആ ക്ലിപ്പ് കേൾപ്പിച്ച് പഠിപ്പിച്ചതാ ഞങ്ങള് ഈ മുജാഹിദികളെ. അത് കേട്ടിട്ടാണ് കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നതും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, അതേപോലെ ഞങ്ങളും തഫ്സീറുകൾ ഉദ്ധരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ തഫ്സീറിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെ ലോകത്ത് സുന്നത്ത് ജമാഅത്തിന് ഒരു നിലപാടില്ല. നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ കേരള സുന്നി ജമാഅത്ത് എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയില്ല. ലോകത്ത് ഒരു തഫ്സീർ ഉദ്ധരിക്കുമ്പോ, ഒരാൾ ഉദ്ധരിക്കുമ്പോ ആ തഫ്സീറിലെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു തഫ്സീറിനെ പറ്റിയും ലോകത്ത് സുന്നത്ത് ജമാഅത്തിന് നിലപാടില്ല. ഉണ്ടോ? തഫ്സീർ ത്വബരിയിൽ വന്ന എല്ലാ കാര്യങ്ങളും ലോകത്ത് കണ്ട മുഫസ്സിറുകളൊക്കെ പിൽക്കാലത്ത് വന്നവരും ഉദ്ധരിച്ചിട്ടുണ്ട്, മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ചതിന്റെ അർത്ഥം ത്വബരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല, അല്ലെ ഖുർത്തുബി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. നിങ്ങൾക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ ഏത് തെളിവും ഉദ്ധരിച്ചോളൂ. നിങ്ങളുടെ പിഴച്ച വാദത്തിന് തെളിവായി ഏത് തഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചോ. എന്നാൽ നിങ്ങൾ എഴുതി വെച്ച, നിങ്ങൾ പറഞ്ഞ, പ്രചരിപ്പിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ തെറ്റാൻ തെളിയിക്കും. ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഏത് തഫ്സീറും
കൊണ്ടും കാര്യങ്ങൾ തെളിയിക്കാൻ അല്ലെങ്കിൽ അത് നിഷേധിക്കാൻ ഏതും നിങ്ങൾ ഉദ്ധരിച്ചോ എന്ന് പറഞ്ഞ ഹനീഫ മൗലവിക്ക് പുറകോട്ട് പോകേണ്ടി വന്നു. ലോകത്തുള്ള എല്ലാ തഫ്സീറുകളും അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള സംശയവും ചർച്ചയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടാനാണെങ്കിൽ കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂരേക്ക് പോകുന്ന ആളുകളും നിങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് വരികയാണെങ്കിലും ഏറ്റുമുട്ടൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളും ഞങ്ങളും കോതമംഗലം പെരുമ്പാവൂരിൻ്റെ ഇടയിൽ രണ്ടോ അതിലധികമോ ഒരുപാടോ വഴികളുണ്ടെങ്കിൽ ഒരേ വഴിയിലൂടെ പെരുമ്പാവൂർ നിന്ന് വന്ന് നിങ്ങൾ കോതമംഗലത്തേക്ക് വരുമ്പോൾ ഏത് വഴിയിലൂടെ വരുന്നു, കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന ഞങ്ങൾ ഏത് വഴിയിലൂടെ വരുന്നു, ഒരേ വഴിയായിരുന്നാലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുകയുള്ളൂ. ഹനീഫ മൗലവിക്ക് കുതറി മാറാനാണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഹനീഫ മൗലവി പുസ്തകങ്ങൾ വലിച്ചിട്ടുകൊണ്ടൊന്ന് വിഷയം മാറ്റുന്നത്. ഇവിടെ മാനദണ്ഡത്തിന്റെ ചർച്ചയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പുറത്ത് സംസാരിക്കാം, സംവാദത്തിൽ സംസാരിക്കാം. അതിൽ നിന്ന് വഴിമാറി പോകുന്നത്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കിപ്പോൾ എല്ലാ തഫ്സീറുകളും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ മനസ്സിലാക്കാൻ, സ്വഹീഹായ ഹദീസിനെ സ്വീകരിക്കുന്ന മാനദണ്ഡം ഖുർആൻ മനസ്സിലാക്കാനുള്ള നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു മാനദണ്ഡമില്ലേ? നിങ്ങൾക്ക് തഫ്സീറുകളില്ലേ? ഒരുപാടുണ്ട്, അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്രായോഗികത അതിന്റെ എണ്ണത്തിലായിരിക്കാം. എഴുതി വെക്കുന്നതിൽ പ്രായോഗികമായ എണ്ണമുണ്ട്. നിങ്ങളുടെ പക്ഷത്തിരിക്കുന്നവർ തലയാട്ടി സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ നിങ്ങൾക്കിത് വളയമില്ലാത്തത് കൊണ്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അണികളോട് നിങ്ങൾക്കിത് പറയേണ്ടി വരും. ഇത് തന്നെയാണ് നിങ്ങളുടെ എതിർപക്ഷം മടവൂർ വിഭാഗത്തോട് നിങ്ങൾ പറഞ്ഞത്. ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്വയംകൃത മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾക്ക് വളയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് മിണ്ടാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾക്കത് പുസ്തകം ഞങ്ങൾ എടുക്കും, ഈ വിഷയത്തിൽ മാത്രം, ഈ മാനദണ്ഡത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ എടുക്കും. പുറത്തേക്ക് പോയിട്ട് ഞങ്ങൾക്ക് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോയി അഴകുടമ്പനാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറുകളില്ലേ, അതെങ്കിലും നിങ്ങൾക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വസ്തു മനസ്സിലായിട്ടില്ല. തഫ്സീർ വേറെ, മാനദണ്ഡം വേറെ. മാനദണ്ഡം സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന മാനദണ്ഡം തഫ്സീറിന് എന്താ മാനദണ്ഡം? ഇത്തക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഇല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പഠിച്ചിട്ടുണ്ടാവല്ലോ, ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവല്ലോ. അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്താണ് അതിൽ തഫ്സീറിന്റെ മാനദണ്ഡം, എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് തഫ്സീറിനെ വ്യാഖ്യാനിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ മാനദണ്ഡം അംഗീകരിച്ച തഫ്സീറുകളെ ഞങ്ങൾ ഉദ്ധരിക്കും. ആ മാനദണ്ഡം അനുസരിച്ചുള്ള തഫ്സീറുകളെ ഞങ്ങൾ ഉദ്ധരിക്കും. ഒരു തഫ്സീർ ഞങ്ങൾ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുമല്ല, ലോകത്താരുമല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു തഫ്സീർ ഒരാൾ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തഫ്സീറിൽ നിന്ന് ഒരു ആയത്തിന്റെ തഫ്സീർ ഒരാൾ എടുത്തുദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ തഫ്സീറിൽ പറഞ്ഞ എല്ലാം അയാൾ അംഗീകരിച്ചു എന്നോ ഉദ്ധരിക്കുന്നു എന്നോ ലോകത്താരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തഫ്സീറുകളിൽ വന്ന അബദ്ധങ്ങൾ പിൽക്കാലത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങളുടെ ഈ പിഴച്ചവാദം, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല എന്ന നിങ്ങളുടെ പിഴച്ചവാദം, ആ വാദത്തിനെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചാലും ആ തഫ്സീർ തെറ്റാണെന്ന് ഞങ്ങൾ തെളിയിക്കും, നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഖുർആൻ എന്ന് എഴുതുക, സഹീഹായ ഹദീസ് എന്ന് എഴുതുക, അതിന്റെ മുകളിൽ സംവാദം നടക്കുക. ആ സംവാദത്തിൽ എങ്ങനെയാണ് കൃത്യമായി തെളിവുകൾ പറയുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ആരാണ് തെളിവുകൾ ഉദ്ധരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. പിന്നെ പുസ്തകം എടുത്തിട്ട് നിങ്ങൾക്ക് ബേജാറുണ്ടാവും, അത് സ്വാഭാവികം. നിങ്ങൾ ഏത് ബുക്കും എടുത്തോ, നിങ്ങൾ ഏത് ബുക്കും പറഞ്ഞോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാത്ത ബുക്കൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞോ, അത് ഇവിടെ പറയേണ്ടതാണെങ്കിൽ ഇവിടെ പറഞ്ഞോ, വേറെ സ്ഥലത്ത് പറയേണ്ടതാണെങ്കിൽ വേറെ സ്ഥലത്ത് പറഞ്ഞോ. ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ടേ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ വാദം പിഴവാണ്, നിങ്ങളുടെ വാദം വൈരുദ്ധ്യമാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ നുസ്രത്ത് ഉദ്ധരിച്ചത്. അതേപോലെ നിങ്ങൾ മാനദണ്ഡങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എടുത്തിട്ടത്. ആ മാനദണ്ഡങ്ങൾ വെച്ച് നിങ്ങളുടെ വാദം തെറ്റാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും, നിങ്ങൾ എഴുതിയ മാനദണ്ഡം വെച്ച്. സുന്നിപക്ഷം ഉദ്ധരിക്കുന്ന ഏത് തഫ്സീറും ഉദ്ധരിക്കാം എന്ന് പറഞ്ഞ ഹനീഫ് മൗലവി ഇപ്പോൾ ചില തഫ്സീർ ഞങ്ങൾ അംഗീകരിക്കും, ചില തഫ്സീർ അംഗീകരിക്കുന്നില്ല എന്നുള്ളിടത്തേക്ക് കാലുമാറിയിട്ടുണ്ട്. അവരംഗീകരിക്കുന്ന തഫ്സീർ ഏത് എന്നൊന്ന് പറഞ്ഞു കിട്ടിയെങ്കിൽ വളരെ സന്തോഷകരമായിരുന്നു എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. എന്തിനാ നമുക്ക് നേരം കളയാൻ? ഞാനൊന്ന് പറയട്ടെ. ഒരു 10 തഫ്സീറിന്റെ പേരെഴുതാൻ ഹനീഫ് മൗലവിക്ക് എത്ര നേരം വേണം? എത്ര നേരം വേണം? ഒരു 10 തഫ്സീർ, നിങ്ങൾ അംഗീകരിക്കുന്ന 10 തഫ്സീറിന്റെ പേരെഴുതാൻ നിങ്ങൾക്ക് എത്ര ടൈം വേണം? ഇത് വേണ്ടി ദീർഘിപ്പിക്കുന്ന ഈ സമയത്തിന്റെ 10% പോരെ 10 തഫ്സീറിന്റെ പേരെഴുതാൻ?
ഞങ്ങൾക്ക് 10 തഫ്സീറിന്റെ പേര് വെറും 5 മിനിറ്റ് വേണ്ട. അപ്പൊ രണ്ട് പ്രാവശ്യം സംസാരിക്കുന്ന നേരമുണ്ടെങ്കിൽ ഹനീഫ് മൗലവിക്ക് ഒരു 10 തഫ്സീറിന്റെ പേരെഴുതി വെക്കാം. അത്തഫ്സീർ കൊണ്ട് തന്നെ വിഷയത്തെ നമുക്കൊന്ന് സമീപിച്ചു നോക്കാം. അതുകൊണ്ട് അംഗീകൃത ഗ്രന്ഥങ്ങളും ഒരു മാനദണ്ഡവുമില്ലാതെ ഒരു വാദപ്രതിവാദം ലോകത്ത് നടക്കുമോ ഹനീഫ് മൗലവി? അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ ഒന്ന് പൂവണിയിക്കണം. ഈ ശിർക്ക് എന്താണ് എന്നൊക്കെ ജനങ്ങളൊന്ന് അറിയണം നിങ്ങളുടെ കൂട്ടത്തിൽ. കാരണം ഇപ്പൊ എഴുതി വന്നപ്പോൾ പറയപ്പെട്ട 22 ശിർക്കും ഇനി പറയപ്പെടാത്ത കുറെ ശിർക്കൂന്ന ഇപ്പൊ ഒരു വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ ശിർക്ക് എന്താണ് എന്നൊന്ന് ലോകം ഒന്ന് പഠിക്കട്ടെ. അതുകൊണ്ട് പടച്ചോനെ വിചാരിച്ചിട്ട് ഒരു വാദപ്രതിവാദത്തിന്റെ അവസരം ഇല്ലാതാക്കരുത്. ഇതൊന്നും നടത്തണം. നമുക്ക് എന്താണ് സംഗതി എന്നൊന്ന് പഠിക്കണം. നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് കേരള സുന്നി ജമാഅത്തിന്റെ തീരുമാനം. അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീർ 10 എഴുതാൻ വെറും 2 മിനിറ്റ് മതി. അത് എഴുതാം. നിങ്ങൾ തന്നെയാണ് അത് പറഞ്ഞത്. ഏത് തഫ്സീറും ഞങ്ങൾ അംഗീകരിക്കും, ഉദ്ധരിച്ചോളൂ എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങളാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ഇവിടെ മധ്യസ്ഥന്മാരോട് നിർദ്ദേശിക്കാതെ എഴുതിയാൽ മാത്രം മതി. നമ്മുടെ വിഷയത്തിന് ഏകദേശം പരിഹാരമായി. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, മധ്യസ്ഥന്മാർക്കും ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അവർ സമ്മതിച്ചതാണ്. ഞങ്ങളിപ്പോൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത്. അത് മധ്യസ്ഥന്മാർക്ക് വേണമെങ്കിൽ ബന്ധപ്പെട്ട് ഒരു 10 തഫ്സീറിന്റെ പേരെഴുതിയിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കൊരു തീരുമാനമൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ നുണയാണ്, നിങ്ങൾ പറഞ്ഞ കളവാണ്. നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചോളൂ, ആ തഫ്സീർ ഞാൻ അംഗീകരിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് തഫ്സീറും ഉദ്ധരിച്ചോളൂ, നിങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീർ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കളവാ പറഞ്ഞത്. തെളിയിക്കാൻ വെല്ലുവിളിക്കാണ് നിങ്ങളെ ഞാൻ. ഓഡിയോ എടുത്ത് പരിശോധിച്ചോ. നിങ്ങൾ ഏത് തഫ്സീറും ഉദ്ധരിച്ചോളൂ, ആ തഫ്സീർ ഞങ്ങൾ അംഗീകരിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏത് തഫ്സീറും ഉദ്ധരിച്ചോളൂ, ആ തഫ്സീറിൽ നിങ്ങളുടെ വാദത്തിന് അനുകൂലമായ തെളിവല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണം കൊണ്ട് തെളിയിക്കുന്ന ഞാൻ പറഞ്ഞത്. അല്ല നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചോ ഞാൻ അത് അംഗീകരിക്കുന്നല്ല. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ നമ്മൾ തർക്കം വേണോ? നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചാലും ആ തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് നിങ്ങളുടെ വാദത്തിന് തെളിവായി നിങ്ങൾ ഉദ്ധരിച്ചാൽ അത് തെറ്റാൻ നിങ്ങൾ തെളിയിക്കാനാ. പിന്നെ 10 തഫ്സീർ എഴുതാനല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വിട്ടെന്ന് എഴുതിക്കോ. 10 തഫ്സീർ എഴുതുക. ആ 10 തഫ്സീറിൽ ഏതിന് മുൻഗണന നൽകണമെന്ന് എഴുതുക. ഒന്നാമത്തോ രണ്ടാമത്തോ എതിരായാൽ ഏതിന് മുൻഗണന, 1, 3 എതിരായാൽ ഏതിന് മുൻഗണന എഴുതിക്കോ. 10 മണിക്കൂർ നിങ്ങൾക്ക് സമയം തരാം. 1/2 മണിക്കൂർ സമയം തരാം. വെല്ലുവിളിക്കുന്നു ഞങ്ങളെ. എഴുതിക്കോ. 10 തഫ്സീർ എഴുതുക. ആ 10 തഫ്സീറിൽ 1, 2 എതിരായാൽ ഏതിന് മുൻഗണന, 1, 3 എതിരായാൽ ഏതിന് മുൻഗണന, 1, 4 എതിരായാൽ ഏതിന് മുൻഗണന, 1, 5 എതിരായാൽ ഏതിന് മുൻഗണന, ഇത് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്തോ എഴുതുക. 1/2 മണിക്കൂർ സമയം തരുന്നു. വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെ. മാറിയിരുന്ന എഴുതി ധൈര്യം ഉണ്ടെങ്കിൽ. ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് വെല്ലുവിളിക്കാൻ ഞങ്ങൾ. എഴുതിക്കോ. എന്നാ കടലാസ് വേണമെങ്കിൽ ഈ ലെറ്റർ ആയിട്ട് മുഴുവൻ എടുത്തോ. തീരൂല. കണക്കൊക്കെ പഠിക്കണം. ഇതൊന്നും അറിയാതെ വെറുതെ വന്നിട്ട് കാര്യമില്ല. ഞാൻ വെല്ലുവിളിക്കുക. എഴുതിക്കോ. എന്നോട് പറഞ്ഞല്ലോ 10 എഴുതാൻ. ഞാൻ തിരിച്ച് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് എഴുതാൻ 10 എണ്ണം? 10 തഫ്സീർ എഴുതുക. 1, 2 എതിരായാൽ, 1, 3 എതിരായാൽ, 2, 3 എതിരായാൽ, 2, 4 എതിരായാൽ, 2, 6 എതിരായാൽ, 2, 8 എതിരായാൽ, 3, 10 എതിരായാൽ, 4, 7 എതിരായാൽ എഴുത്. വെറുതെ വെല്ലുവിളിച്ച് കുടുങ്ങാതെ ധൈര്യം മാറിയിരുന്ന എഴുത്. ഞാൻ പറയുന്നു നിങ്ങൾ 1/2 മണിക്കൂർ കൊണ്ട് അത് എഴുതിയാൽ നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. മാറിയിരുന്ന എഴുതി ധൈര്യം ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് മാനദണ്ഡം ഏത് തഫ്സീർ അനുസരിച്ച് വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ ആശയം പറയുമെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് ആളുകൾക്ക് വളരെ വ്യക്തമായി. ഹനീഫ മൗലവിയുടെ സംസാരത്തിൽ ആ വൈരുദ്ധ്യം കിടക്കുന്നുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് ഞങ്ങളുടെ വാദം തെളിയിക്കുമെന്ന് പറയുമ്പം ഈ പറയുന്നത് എന്താണെന്ന് ഹനീഫ മൗലവി തന്നെ ചിന്തിക്കണ്ടേ? സമയം തയ്ക്കാൻ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ചെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം ഏതാണെന്നൊന്ന് ചോദിക്കാൻ തൻ്റെ ഇടം കാണിക്ക്. ചോദിച്ചിട്ടില്ലല്ലോ. ഞങ്ങളല്ലേ ഈ ചോദിക്കുന്നത്. ഞങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടില്ലല്ലോ. അപ്പോ ഞങ്ങൾ അംഗീകരിക്കുന്നതോ നിങ്ങൾ അംഗീകരിക്കുന്നതോ എന്ന മാനദണ്ഡം നിശ്ചയിച്ച് കിട്ടണമെങ്കിൽ അത് നമ്മളിവിടെ നിശ്ചയിച്ച് രേഖപ്പെടുത്തണം. വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ചുകൊണ്ട് എന്ന് പറയുമ്പം ആ വെച്ചുകൊണ്ട് എന്ന് പറയാൻ ആ മാനദണ്ഡം ഇവിടെ നിശ്ചയിച്ച് രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഹനീഫ മൗലവി പറഞ്ഞു ലോകത്തുള്ള എല്ലാ തഫ്സീറും ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കാൻ ആളെ കിട്ടൂല. ഈ വർത്താനം അന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും ഒരേ വഴിയിലൂടെ പോകുന്നു എന്ന് നിശ്ചയിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് തർക്കത്തിന് വേണ്ടിയല്ല, അത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ പറയുന്നത് സ്വീകരിക്കാമെന്ന് പറയാൻ ഞങ്ങൾ കാണിച്ച ആർജവം, കച്ചുകെട്ടി ഉണ്ടാക്കിയ നിങ്ങളുടെ മാനദണ്ഡത്തെ പോലും ഞങ്ങൾ സ്വീകരിക്കാം, അതുകൊണ്ട് ഞങ്ങളുടെ വാദം തെളിയിക്കാം എന്ന് ഞങ്ങൾ കാണിച്ച ആർജവം കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും ഈ ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കുമെന്ന് ഹനീഫ മൗലവി പറയുമ്പോൾ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് എന്നിടത്താണ് ചിന്തിക്കേണ്ടത്. ആ മാനദണ്ഡം അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ കൽപ്പിച്ചുണ്ടാക്കിയ മാനദണ്ഡമാണെങ്കിലും അതുകൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല?
പിന്നെ മുൻഗണനാക്രമം 1 4 എതിരായാൽ എന്ന് പറഞ്ഞ 1 എന്ന് പറഞ്ഞാൽ 1 അത് മുൻഗണനയാണ്. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ 4 കടലാസ് കാണിക്കേണ്ട കടലാസും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ ഈ ആളുകളുടെ അടുത്ത് ഈ വേണ്ടാതീനം പറയുന്നത്? കടലാസ് പിടിച്ചോ പേന പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വീണ്ടും വിഡിത്താണ് ആവർത്തിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് എന്താ? നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം ഏതെന്ന് ഞങ്ങളോട് ചോദിച്ചൂടെ? ചോദിക്കണ്ട. കാരണം നിങ്ങൾ ഈ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ പൊട്ടി വീണവരല്ല. നിങ്ങൾ കുറെ കാലമായി ഞങ്ങളാ സുന്നത്യമായത്ത് എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അംഗീകരിക്കുന്ന മാനദണ്ഡം ഉണ്ട്. ആ മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങളുടെ വാദം തെറ്റെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏത് തെളിവും തെറ്റെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു പറയാൻ കാരണം മൂപ്പരോട് ആ 10 എഴുതാൻ പറയും. മൂപ്പര എഴുതട്ടെ, നിങ്ങൾ മാറിയിരുന്ന എഴുതി 10. ആ 10 മുൻഗണന ഏത്? 10 1 എന്ന് പറഞ്ഞാൽ മുൻഗണനയാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധാണ്. 10 മധ്യസ്ഥന്മാരാണെന്ന് ആവശ്യപ്പെടുന്നു മൂപ്പരോട്. മൂപ്പര് 10 നമ്മളോട് എഴുതാൻ പറഞ്ഞതാണ്. മൂപ്പരോട് മാറിയിരുന്നാന്ന് എഴുതാൻ പറയാം. 10 അതിന്റെ മുൻഗണനാക്രമവും എന്നിട്ട് എഴുത്. അപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യം നജീബ് മൗലവിനെ പറഞ്ഞത്. പിന്നെ ആർജവത്തിന്റെ കാര്യം ഞാൻ വളരെ കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. നിങ്ങളുടെ ഈ പിഴച്ച വാദം അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾ നുസ്രത്തിൽ എഴുതിയ ഈ പിഴച്ച വാദം അത് തെറ്റാണ്, അത് ശരിയാന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഏത് തെളിവ് ഉദ്ധരിക്കാം. ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഏത് തെളിവ് നിങ്ങൾക്ക് ഉദ്ധരിക്കാം. നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവ് ഞങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ ഇവിടെ വരണ്ടല്ലോ. ഈ നജീബ് മൗലവി എത്ര കാലമായി നേർക്ക് നേരക്കാലത്തിന് പിന്നെ മുപ്പര് പറഞ്ഞ ശരിയാന്ന് വിശ്വസിച്ചാ പോരെ? നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവ് പൊട്ട തെളിവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് ഞങ്ങൾ തെളിയിക്കും. ആ മാനദണ്ഡം ഏതാ? നിങ്ങൾ പറയുന്ന സുന്നത്തി ജമാഅത്തിന്റെ മാനദണ്ഡം, നിങ്ങൾ എഴുതി വെച്ച മാനദണ്ഡം, നിങ്ങളെ ബുക്കുകളിൽ എഴുതിയ മാനദണ്ഡം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിലുള്ള മാനദണ്ഡം. അപ്പൊ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ആ മാനദണ്ഡം സ്വീകാര്യമല്ല. അപ്പൊ നിങ്ങളെ കേരള സുന്നി ജമാഅത്ത് ഉണ്ടാവില്ല, സംസ്ഥാന സുന്നി ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. നിങ്ങളെ സുന്നത്തി ജമാഅത്ത് എന്താന്ന് അപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്ന അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വാദം പിഴച്ചതാണ്, തെറ്റാണ്. അത് മെൻസസ് സ്ത്രീകൾക്കേ ഉണ്ടാവുള്ളൂ, പുരുഷന്മാർക്ക് ഉണ്ടാവില്ല. പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതിന് മെൻസസ് എന്ന് പറയില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു തരും. ഇപ്പൊ തന്നെ കുറെ ഏറെ ശരിയായി. 4 പ്രമാണങ്ങളിൽ നിന്ന് ഇജ്മാവും വ്യക്തമായ ഖിയാസും ഇപ്പൊ തന്നെ പോയി. സുന്നി ജമാഅത്തായിട്ട് തുടങ്ങിയപ്പോഴേ ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന 2 പ്രമാണം മാത്രമായി മുജാഹിദിന്റെ തുടക്കം മുതലുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ചക്ക പിലാക്കായില്ലേ എന്ന് പണ്ട് ചേകനൂർ പറഞ്ഞ് നിങ്ങൾ ഇജ്മാഅ് പറഞ്ഞപ്പോഴാ നടാടെ പറയുകയായിരുന്നു മുജാഹിദ് അന്ന് ഇജ്മാഅ്. അതുവരെ ഖുർആനും സുന്നത്തും എന്നുമായി വന്ന ഈ കൂട്ടര് ഇജ്മാഇന്ന് നടാടെ ചേകനൂരുമായി വന്നപ്പോ സംസാരിച്ചപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ചക്ക പിലാക്കായില്ലേന്നാ അന്ന് ചേകനൂർ ചോദിച്ചത്. അത് രണ്ടും കൂടി വിട്ടു. നിങ്ങൾ 2 പറഞ്ഞപ്പോ ആവട്ടെ, ആ 2 അനുസരിച്ച് തന്നെ നിങ്ങളുടെ വാദം ശരിയല്ല, അത് അബദ്ധമാകുന്നു എന്ന് തെളിയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ആ 2 പ്രമാണത്തെ നിങ്ങൾ സമീപിക്കുന്നത് ഭാഷാപരമാണോ അതോ തഫ്സീർ പരമാണോ എന്ന് ഖുർആനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിങ്ങളായി ഇപ്പം നിൽക്കുന്നത്. ആ ഒരൊറ്റ ചർച്ചയിൽ തന്നെ ഏതൊക്കെയാണ് ഭാഷാഗന്ധങ്ങളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണഗന്ധം, ഏതൊക്കെയാണ് തഫ്സീറിൽ നിന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പ്രാമാണിക ഗന്ധം എന്ന് ക്രമത്തിൽ അത്യാവശ്യം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഒരു തഫ്സീർ കൊണ്ട് കഴിയുമെങ്കിൽ ഒന്നുകൊണ്ട് പറ്റും. ഒരു തഫ്സീർ തന്നെ ഫാത്തിഹ സൂറത്ത് മുതൽക്ക് ഖുൽ റബ്ബിന്നാസ് വരെ ഉള്ളതാ ഒറ്റ തഫ്സീർ. ഒരൊറ്റ തഫ്സീർ കൊണ്ട് നിങ്ങളുടെ വാദം തെളിയിക്കാൻ കഴിയുമെങ്കിൽ ശിർക്കും തൗഹീദും അല്ലേ? ഒറ്റ തഫ്സീർ കൊണ്ട് ശിർക്കും തൗഹീദും അംഗീകരിക്കാൻ കഴിയാതിരിക്കുമോ സഹോദര? ശിർക്കും തൗഹീദും ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളല്ലേ? ഈ മൗലിക പ്രമാണം കൊണ്ട് തെളിയിക്കേണ്ട അടിസ്ഥാന കാര്യത്തിന് ഒറ്റ തഫ്സീർ മതി, ഒറ്റ തഫ്സീർ. ആ ഒരു തഫ്സീർ തൗഹീദും ശിർക്കും. നിങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നതിൽ ഇപ്പൊ കണ്ടില്ലേ, വിളിച്ചു പ്രാർത്ഥന എന്ന ആ ഒരു ഭാഷാർത്ഥം ഒറ്റ ഭാഷാഗന്ധത്തിലുമില്ല എന്ന് ഞങ്ങൾ നാളിതുവരെ പറഞ്ഞു, ഇപ്പോഴും പറയും, എന്നും പറയും. അത് ഞങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഭാഷാഗന്ധം ഏതാകുന്നു എന്ന് നിങ്ങൾ എഴുതണം. ഇവിടെ വ്യവസ്ഥ വളയത്തിന്റെ അകത്ത് നിങ്ങൾ ഒതുക്കാനാ. വളയത്തുനിന്ന് പുറത്തു പോകാൻ സമ്മതിക്കില്ല. വലയത്തിന് പുറത്ത് ചാടി മാത്രമേ നിങ്ങൾക്ക് പരിചയമുള്ളൂ. ഞങ്ങൾ കൃത്യമായ വളയം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മാനദണ്ഡം അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന തഫ്സീറുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം. അതിവിടെ പണ്ട് അത് നജീബ് വലിയാരും അസ്റഫ് വലിയാരും കൂടി ഇരുന്ന് എഴുതേണ്ടതല്ല, അത് എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ മാനദണ്ഡമാണ് ഞങ്ങൾ ഉദ്ധരിക്കുക. ആ മാനദണ്ഡം അനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് പറയാം ഇത് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മാനദണ്ഡമല്ല, ഇത് ഞങ്ങൾക്ക് നിങ്ങളെ പുതിയ മാനദണ്ഡാണ് എന്ന് നിങ്ങൾക്ക് പറയാം. മറ്റേയാളെ 10 ഇയാൾ വെട്ടി. കാരണം 10 എവിടെ എത്തൂല എന്ന് നജീബ് അലിക്ക് മനസ്സിലായി. അപ്പൊ ഒറ്റ തഫ്സീർ ഒതുക്കി. ഞങ്ങൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും തന്നെ പ്രമാണം. ഇത് 2 മതി നിങ്ങൾ പറഞ്ഞോണ്ടാ പറഞ്ഞു. ഇനി വേണോ എഴുതിക്കോ.
എഴുതിക്കോ, 4 വേണോ എഴുതിക്കോ, ഒരു വിരോധമില്ല, ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം. നിങ്ങളുടെ ആ മെൻസസ് പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതിന് പറയില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം. അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. നിങ്ങൾ മെൻസസ് പുരുഷന്മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് വിഷയം വന്നത്, അവിടെയാ ചർച്ച വന്നത്. അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ഖുർആനാണ് സ്വഹീഹായ ഹദീസാണ്. ആ ഖുർആനും സ്വഹീഹായ ഹദീസും ഖുർആനിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കാണ്, ഞങ്ങൾ വിശദീകരിക്കാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾ തഫ്സീറുകൾ ഉദ്ധരിക്കും. ഈ വിഷയമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പിഴച്ചവാദങ്ങളുണ്ട്. ആ പിഴച്ചവാദങ്ങൾ ഓരോന്നും തെറ്റാൻ തെളിയിക്കാൻ ഒരുപാട് തഫ്സീറുകൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ട്. ഒരു തഫ്സീർ മാത്രമല്ല, ഓരോ വാദവും തെറ്റാൻ തെളിയിക്കാൻ പല തഫ്സീറുകൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ട്. അപ്പൊ ആ തഫ്സീറുകൾ അതൊക്കെ ഞങ്ങൾ പേടിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ആ തഫ്സീറുകൾ ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ ഇല്ല ഞങ്ങൾ അത് അംഗീകരിക്കൂല എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു തഫ്സീർ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ഞങ്ങൾക്കും പറയാം. അപ്പൊ അത് പറയുന്ന അംഗീകരിക്കൂല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾ അവിടെ വിശദീകരിക്കും. ആ മാനദണ്ഡമാണ് സുന്നത്തെ. അതാ ഞാൻ പറഞ്ഞത്, ആ മാനദണ്ഡം ഇവിടെ എഴുതി വെച്ചു. നിങ്ങൾ തഫ്സീർ എഴുതണമെന്ന് പറഞ്ഞിട്ട് വിട്ടോ? മാനദണ്ഡം മതിയോ? തഫ്സീർ എഴുതണമെന്ന് പറഞ്ഞ വിട്ടോ? ഈ മാനദണ്ഡം രേഖപ്പെടുത്തപ്പെട്ടതാണ്, അതുണ്ട്. അതിന് എതിരായി നിങ്ങൾ ഉദ്ധരിച്ചാൽ ഞങ്ങൾ അതവിടെ തെളിയിക്കും. അതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. 10 എഴുതേണ്ട ആള് ചിരിച്ചിട്ട് കാര്യമില്ല, എഴുതിക്ക 10. ഈ ഹനീഫ മൗലവി ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ മാനദണ്ഡം ഉണ്ട് എന്ന്. ഈ തഫ്സീർ സ്വീകരിക്കുകയില്ല എന്ന് ഞങ്ങൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്കും പറയാമെന്ന് പറയുന്നുണ്ട്. ഏത് മാനദണ്ഡത്തിൽ നിന്നിട്ടാണ് ഈ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും? അത് രേഖപ്പെടുത്തിയാലാണ് നമുക്ക് സംസാരിച്ച് നിങ്ങൾക്കും ഞങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ഈ ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മാനദണ്ഡം ഉണ്ടല്ലോ എന്ന്. മാനദണ്ഡം എന്ന വാക്ക് ഞങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ മാനദണ്ഡം എന്ന് ഹനീഫ മൗലവി ആവർത്തിച്ചത് കൊണ്ട് കാര്യമായില്ല. പിന്നെ ഈ പറയുന്ന മാനദണ്ഡത്തെക്കുറിച്ചുള്ള ചർച്ചക്കകത്ത് മുബലാന ഇഷ്ടപ്പെട്ട പദം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട പദം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ആളുകൾക്ക് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചോ ആ വാദങ്ങളെക്കുറിച്ചോ ഒന്നും അല്ലല്ലോ ഇവിടെ ചർച്ച. ഇവിടെ മാനദണ്ഡത്തെക്കുറിച്ചല്ലേ ചർച്ച. ആ തഫ്സീർ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ ഏത് തഫ്സീർ കൊണ്ടും പറയും. അത് അംഗീകരിക്കൂല എന്ന് തിരിച്ച് ഞങ്ങൾ പറഞ്ഞാലോ? ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നതിനും ഇന്ന തഫ്സീർ അംഗീകരിക്കും എന്ന് പറയുന്നതിനും ഇന്ന തഫ്സീർ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നതിനും മാനദണ്ഡം വേണം. അത് നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് നിശ്ചയിച്ചതായിരിക്കണം. ആ നിശ്ചയിച്ചത് രേഖപ്പെടുത്തിയതായിരിക്കണം. അപ്രായോഗികമാണ് എന്ന് ഹനീഫ മൗലവി പറയുന്ന അപ്രായോഗികമായ ഒരു കാര്യം വെച്ചുകൊണ്ടാണോ മടവൂർ വിഭാഗത്തിനെതിൽ 1-ാം നമ്പർ അഭിപ്രായ വ്യത്യാസമായി നിങ്ങൾ എഴുതിയത്? നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ലല്ലോ ആ കാര്യം ചോദിച്ചിട്ട്. നിങ്ങൾ വീണ്ടും മറ്റേ സ്ഥലത്തേക്ക് പോവുകയല്ലേ. അതുകൊണ്ട് പറയുന്നു തഫ്സീർ സ്വീകരിക്കൂല എന്ന് ഞങ്ങളോ നിങ്ങളോ പറഞ്ഞാലും സ്വീകരിക്കണമെന്ന് പറഞ്ഞാലും ഏത് അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ആളുകൾക്കും ഞങ്ങളുടെ ആളുകൾക്കും കഴിയുന്നുണ്ട്. ഏത് മാനദണ്ഡത്തിലാണ് ഒരു തഫ്സീർ സ്വീകാര്യയോഗ്യമാകുന്നത്, ഏത് മാനദണ്ഡത്തിലാണ് ഒരു തഫ്സീർ അസ്വീകാര്യമാകുന്നത്? ഇതാണ് മാനദണ്ഡം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടായില്ല. ആ ഉണ്ട് എന്ന് പറയുന്നതൊന്നങ്ങ് പറയാൻ ഹനീഫ മൗലവി, അത് രേഖപ്പെടുത്താൻ ഹനീഫ മൗലവി. മുഖത്തിന്റെ വഷളത്തരം ഞങ്ങൾ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായി കേൾക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ഇത്തിക്കാൻ എന്ന കിതാബിന്റെ പേരെങ്കിലും ഹനീഫ മൗലവി ഇപ്പൊ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം കേട്ട ഞെട്ടലിൽ നിന്ന് കുറച്ച് ദിവസം കിട്ടിയത് കൊണ്ട് ഒരു ഇത്തിക്കാൻ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, എഴുതിക്കോ. അതൊക്കെ മറ്റേയാളെ 10 രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അടവാണ്. എന്നാലും 10 എഴുതി നിങ്ങൾ മാറിയിരുന്നിട്ട് ഇനി നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടല്ലേ? മെൻസസ് നിങ്ങൾ വിചാരിച്ച വിഷയത്തിലല്ല പറയണത്. അത് കേട്ടിട്ട് നിങ്ങൾ രോമാഞ്ചം കൊള്ളണ്ട. ഇവിടെ പറഞ്ഞത് നജീബ് വലിയാര് പ്രാർത്ഥനയായി ബന്ധപ്പെട്ടത് പറഞ്ഞപ്പോഴാ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്നതുപോലെയാണ് നജീബ് വലിയാർ പ്രസംഗിച്ചത്. അതേ നജീബ് വലിയാർ എഴുതി അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായി? മെൻസസ് പുരുഷന്മാർക്ക് ഉണ്ടാവുന്നായി. അതാണ് ഞങ്ങൾ ഇവിടെ ധരിച്ചത്. നിങ്ങൾ വിചാരിച്ച സാധനം അല്ല ഈ പറഞ്ഞത്. അതിനിങ്ങനെ ആവേശം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാനദണ്ഡം ഞാൻ പറഞ്ഞു. അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാനദണ്ഡങ്ങളുണ്ട്. ഇത്ക്കാൻ ഞാൻ ഉദ്ധരിച്ചു. അത് ഇന്ന് പറഞ്ഞതല്ല. മാനദണ്ഡം എന്നുള്ള വാക്ക് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആവർത്തിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് മാനദണ്ഡവും നിങ്ങൾ ഉപയോഗിച്ചോന്ന്. ഞാനാ പറഞ്ഞത് മാനദണ്ഡം അല്ല, നിങ്ങൾ പറഞ്ഞ കേട്ട് ആവർത്തിച്ചതല്ല. ഞാൻ പറയുന്നു നിങ്ങൾ ഏത് ഉദ്ധരിച്ചോ, നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചോ മാനദണ്ഡില്ലേ? ഉണ്ട്. ആ മാനദണ്ഡം ഞാൻ നേരത്തെ പറഞ്ഞത്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന തഫ്സീറുകൾ ഖുർആനിനെ സുന്നത്ത് കൊണ്ട് വ്യാഖ്യാനിക്കുന്നു, ഖുർആനിനെ സഹാബത്തിന്റെ അഭിപ്രായം കൊണ്ട് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ തഫ്സീറുകൾക്ക് ഒരു മാനദണ്ഡം. നിങ്ങൾ വിചാരിച്ച മാതിരി ഓരോരുത്തരും ഖുർആൻ മുമ്പിൽ വെച്ച് തോന്നി എഴുതി വെച്ചതല്ല. അതാ നിങ്ങൾക്ക് പറ്റിയത്. നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ അറബിയിലോ എഴുതിയോ ഒന്നും പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളതായ ഒരു വ്യാഖ്യാനം. അതുകൊണ്ടല്ലേ ഇസ്തിഗാസയിൽ ഇസ്തിശ്വാമക്ക് ചാടേണ്ടി വന്നത്. തഫ്സീറൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ കൊടഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇസ്തിഗാസ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അങ്ങനെ ഇസ്തിശ്വാമക്ക് മാറിയത് നിങ്ങളാണ്.
ഞങ്ങൾ എവിടെ പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന മാനദണ്ഡം പറഞ്ഞിട്ടുണ്ടോ ആ മാനദണ്ഡം ഈ കൃത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ രീതി അനുസരിച്ചാണ്. അത് ഞാൻ അന്നും പറഞ്ഞതാണ്, ഇന്നും പറഞ്ഞതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുന്നു, മഹ്സൂറായ തഫ്സീറുകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അത് നിങ്ങൾക്ക് മനസ്സിലാത്തതിന് ഞാൻ ഉത്തരവാദിയാ? ഒന്ന് നജീബ് വലിയാരോട് ചോദിച്ചാ പോരെ, എന്താ മൂപ്പര് പറഞ്ഞ മഹ്സൂറായ തഫ്സീറുകൾ? മൂപ്പര് പറഞ്ഞു തരൂലേ? അപ്പോ നിങ്ങൾക്കറിയാത്തത് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എഴുതിയത് തന്നെ ഒരു വിഷയാക്കിയിട്ട് ഒരു സംവാദം നടത്താം സഹോദര. എൻ്റെ ബുക്കുകൾ ഞാൻ എഴുതിയത് മാത്രം വെച്ചിട്ട് നമുക്കൊരു സംവാദം നടത്താം. അത് അപ്പം സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തൗഹീദും ശിർക്കുമാണ്. ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ശിർക്കാകുന്നു, തൗഹീദിന് വിരുദ്ധമാകുന്നു എന്ന് എഴുതാൻ ഒറ്റ തഫ്സീറും കിട്ടൂലേ? തഫ്സീറുകൾ എടുത്തിട്ട് സുന്നികളെ ആകെ കട കൊടഞ്ഞു മറ്റേതാക്കി എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരൊറ്റ തഫ്സീർ എഴുതാൻ കിട്ടൂല? ഒറ്റ തഫ്സീർ. ഈ തൗഹീദും ശിർക്കും എന്ന അടിസ്ഥാനപരമായ വിഷയം എഴുതാൻ ഒരൊറ്റ തഫ്സീർ പോരെ സഹോദര, ഒറ്റ തഫ്സീർ. ഖുർആനും സുന്നത്തും എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞതാ. ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഖുർആൻ മതി, ഒറ്റ ഖുർആൻ. ഖുർആൻ മാത്രം നിങ്ങൾ പ്രമാണമാക്കിയിട്ട് പറഞ്ഞ് നിങ്ങളുടെ വാദം പറയുന്നെങ്കിൽ അതേ ഖുർആൻ കൊണ്ട് തന്നെ നിങ്ങളുടെ വാദം ശരിയല്ല, നിങ്ങളുടെ വാദം തെറ്റാകുന്നു എന്ന് ഞങ്ങൾ തെളിയിക്കും. ഭാഷാപരമായിട്ടും തഫ്സീറും എന്നും നിങ്ങൾ പറഞ്ഞതാണ്. ഭാഷാപരമായി മാത്രമേ ഖുർആനെ സമീപിക്കുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞങ്ങൾ തെളിയിക്കും. ഒറ്റ പ്രമാണം മതി, അതിലൊരു സമീപനവും മതി. തയ്യാറുണ്ടോ? 4 നിന്ന് ഞങ്ങൾ 2 ഒഴിവാക്കിയിട്ടില്ല. ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന് മൗലവി നിങ്ങളാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് എഴുതിയത് ഇപ്പൊ തന്നെ വിഷയത്തിൽ നിന്ന് പോക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കി. പക്ഷേ അത് എഴുതിപ്പോ ഖുർആന് സ്വഹീഹായ ഹദീസ്, ഹദീസിന്റെ ചർച്ചയ്ക്ക് വരാനിരിക്കുന്നുള്ളൂ. അതിനാ ഞങ്ങൾ ഖുർആനിലിട്ടിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനെ ഭാഷാപരമായി തഫ്സീർ കൊണ്ടോ ഭാഷാപരമായോ പറയുമ്പോ നിങ്ങൾ തഫ്സീറിൽ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ ഏത്, ഗന്ധങ്ങൾ ഏത് എന്ന് എഴുതുക. ഭാഷാപരമായാണെങ്കിൽ ഭാഷയിൽ നിങ്ങൾ പ്രമാണിക്കുന്ന ഗന്ധങ്ങൾ എന്താണെന്ന് പറയുക. ധാരാളം വേണ്ട, 1 ആകാം, 2 ആകാം, 3 ആകാം, 10 ആകാം. ഇനി 150 നിങ്ങൾ പറഞ്ഞു 150 എഴുതാം, കുഴപ്പമില്ല. ഞങ്ങൾ അതിനൊക്കെ തയ്യാറാ. നിങ്ങൾക്ക് ആവശ്യമുള്ള തഫ്സീറുകൾ എഴുതാം. നിങ്ങൾക്ക് ഈ വാദം തെളിയിക്കാൻ ഇത്ര അധികം തഫ്സീറിന്റെ പ്രയാസമുണ്ടോ? ഒറ്റ ആയത്തിനെടുത്തിട്ട് പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. ഏത് 10 ഏത് തഫ്സീർ ഉദ്ധരിക്കും, എതിരായാൽ ഏതിന് മുൻഗണന നൽകും എന്ന് എഴുതണതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞതാ. അപ്പൊ തന്നെ ഞാൻ അതിന്റെ അപ്രായോഗികത പറഞ്ഞു. ഇപ്പൊ മറ്റേക്ക് നേരം വെളുത്തു. 1 എന്ന് പറഞ്ഞാൽ ആ 1ാമത്തെ തന്നെ അല്ലേ, പിന്നെ എന്തിനാ മുൻഗണന നൽകണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? 1 എഴുതിയ നമ്പർ ഇടുന്നത് 1ാമത്തതാണെങ്കിൽ പിന്നെ മുൻഗണന നൽകുന്നത് എന്തിനാ? അപ്പോ എഴുതണം. 10 എഴുതാൻ കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാ 150 നിറക്കുന്നത്. 10 എഴുതി, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. 10 എഴുതി വെല്ലുവിളിച്ചില്ല. ഞാൻ അരമണിക്കൂർ നിങ്ങൾക്ക് സമയം തരാം. പിന്നെ ഒരു തഫ്സീർ പോരെ, ഒരു തഫ്സീർ പോരാ, ഒരു തഫ്സീർ പോരാ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഒരുപാട് പിഴച്ച വാദങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ പിഴച്ച വാദങ്ങളൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ എന്തൊക്കെയാ നിങ്ങൾ പറയാന്ന് ഞങ്ങൾക്കറിയാം. ഓരോ നിങ്ങളുടെ പിഴവും ബോധ്യപ്പെടുത്താൻ ഒരുപാട് തഫ്സീറുകൾക്ക് ഞങ്ങൾക്ക് ഉദ്ധരിക്കണം. ആ തഫ്സീർ ഞങ്ങൾ ഉദ്ധരിക്കും. പിന്നെ മൂപ്പർ എന്താ പറഞ്ഞത്? ഇത്ര നേരം മൂപ്പര് പറഞ്ഞു ഇതാ വൈകുന്നേരം വരെ വെള്ളം കോരി സന്ധ്യക്ക് കലോടക്കുക എന്ന് പറഞ്ഞാൽ ഉടച്ചു. നിങ്ങൾ ഇത്ര നേരം ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചു ആരോപണം. എന്ത്? ഇതാ ഖുർആനും സുന്നത്തും മാത്രമായി ഇജ്മാഉം ഖിയാസും ഒഴിവാക്കി. ഇപ്പൊ നിങ്ങളോ സുന്നത്തും ഇജ്മാഉം ഖിയാസും ഒഴിവാക്കി, ഖുർആൻ മാത്രമായി. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കത് മാത്രം മതി, ഞങ്ങൾക്കത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊക്കെ ഒഴിവാക്കിയത് ഞങ്ങൾ പറയില്ല. അതേമാതിരിയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇജ്മാഉം ഖിയാസും വേണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ ഇജ്മാഉം ഖിയാസും ഇനി എവിടെ ഞങ്ങൾ പറയില്ലാന്നൊന്നല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് മുള്ളുകൊണ്ട് മുള്ളെടുക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ഞങ്ങൾ പറയിപ്പിക്കും. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഇത് അപ്രായോഗികമാണ്. പ്രായോഗികമാണെന്ന് തെളിയിക്കാൻ ചാൻസ് തന്നു ഞാൻ നിങ്ങളെ പഴയ മധ്യസ്ഥന്. 10 തഫ്സീർ എഴുതി, ആ 10ന്റെ മുൻഗണനകൾ കഴിഞ്ഞ പോലെ എഴുതി, അരമണിക്കൂർ കൊണ്ട് തെളിയിക്കാൻ ചാൻസ് തന്നു. എഴുതിയോ? ഞങ്ങള് എഴുതിയോ? എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്ക്. 10 തഫ്സീറുകളുടെ പേര്. ആ 10 തഫ്സീറിൽ 1ാമത്തെ നജീബ് വലിയാർ പറഞ്ഞ മാതിരി 1ഉം 2ഉം എതിരായാൽ, 2ഉം 3ഉം എതിരായാൽ, 3ഉം 4ഉം എതിരായാൽ ഏത് വേണമെന്ന് എഴുതി. ഈ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ വാദവും അംഗീകരിച്ച്, വ്യവസ്ഥ അംഗീകരിച്ച് ഈ ചർച്ച ഇവിടെ നിർത്താം. ബാക്കി നിങ്ങൾ എഴുതിക്കോ. 10 തഫ്സീർ നിങ്ങളോടാ എഴുതാൻ പറഞ്ഞത്. കഴിയുമെങ്കിൽ മനസ്സിലായില്ലേ? നിങ്ങളൊരു 10 തഫ്സീർ എഴുതുന്ന ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങൾക്കൊന്നും മതി. ഞങ്ങൾ 10ഓ 100ഓ എഴുതാൻ കഴിയാഞ്ഞിട്ടല്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാതെ ചിരിച്ചിട്ട് കാര്യമില്ല. ഒരു 10 അപ്രായോഗികം എന്ന് പറഞ്ഞിടത്താണ് 10 എഴുതൽ അപ്രായോഗികമല്ലല്ലോ എന്ന് ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചോ ഞങ്ങളോട്? നിങ്ങൾ പറയുന്നതിൽ തന്നെ ഞങ്ങൾ നിൽക്കാമെന്നാ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതിൽ നിങ്ങൾ നിൽക്കുമോ
എന്തേ അതിന് മറുപടി പറയാത്തത്? ഒരേ വഴിയിലൂടെ തന്നെ പോയി സന്ധിക്കണമെന്ന് പറഞ്ഞതിനെ കുറിച്ച് തൊടാത്തത് എന്താ? ഇഷ്ടപ്പെട്ട വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥനയിലേക്ക് വീണ്ടും കടന്നു പോകുന്നുണ്ടല്ലോ, വഴിമാറി കടന്നു പോകുന്നുണ്ടല്ലോ. പിന്നെ ഉസ്താദിനോട് ചോദിച്ചോളാൻ, ആ നല്ല പാരമ്പര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ അംഗീകരിച്ചാൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ചോദിക്കും, അറിയാത്തത് ചോദിക്കും, അറിയാത്തത് ഞങ്ങൾ സംസാരിക്കില്ല, ചോദിച്ചു തന്നെ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ഹനീഫ മൗലവി 10 ഞങ്ങൾ അങ്ങ് എഴുതാം, ഞങ്ങൾക്ക് 1 മതി, 1 എഴുതാം. ഞങ്ങൾ പറയുന്നത് പോലെ പറയാനുള്ള ആർജവും തൻ്റെ ഇടവും കാണിക്കും. അതെന്താണ്? നിങ്ങൾ സ്വയംകൃതമായി ഉണ്ടാക്കിയ മാനദണ്ഡമാണെങ്കിൽ പോലും അതിൽ നിന്ന് തെളിയിക്കാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുന്നു. കേരളക്കരയാകെ ഇത് അലയടിച്ചുകൊണ്ടിരിക്കും മലയാളം മനസ്സിലാവുന്നവർക്ക്. അങ്ങനെ ഞങ്ങൾ നിശ്ചയിക്കുന്ന 1 or 10 തഫ്സീറുകൾ അംഗീകരിക്കാമെന്ന് പറയാൻ ഞങ്ങൾ പറഞ്ഞതുപോലെയുള്ള അർത്ഥമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 10 വേണ്ട ഹനീഫ മൗലവി, 1 മതി. ആ നിലയ്ക്കാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ എഴുതിത്തരും, 1 എഴുതിത്തരും. നിങ്ങൾ നിശ്ചയിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞ തൻ്റെ ഇടവും ആർജവും ധൈര്യവും ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുതിത്തരും. നിങ്ങൾ നിശ്ചയിക്കുന്ന സ്വയംകൃത മാനദണ്ഡമാണെങ്കിൽ പോലും, ഇസ്ലാമിക ലോകത്തിന് കേട്ടുകേൾവിയില്ലാത്ത മാനദണ്ഡമാണെങ്കിൽ പോലും അതിൽ നിന്ന് തെളിയിക്കാനുള്ള കേരള സുന്നി ജമാഅത്തിന്റെ ആർജവത്തിന്റെ ഒരു 10-1 കാണിച്ചിട്ട് ഞങ്ങൾ എഴുതുന്ന തഫ്സീർ നിങ്ങൾ അംഗീകരിക്കാമെന്നാണെങ്കിൽ 1 മതി. ഞങ്ങൾക്ക് അടിസ്ഥാനപരമാണ് തൗഹീദും ശിർക്കും. അതിന് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് തഫ്സീറുകൾ അംഗീകരിക്കേണ്ടതില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വാക്കല്ല അഷ്റഫ് മൗലവി, നിങ്ങള് മൊയിലേരാ പറഞ്ഞത്. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട വാക്കാ ഉണ്ടാവുമല്ലോ മൂപ്പരെ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല? നജീബ് മൊയിലേരാണ് പ്രസംഗത്ത് പറഞ്ഞത്, മെൻസസ് സ്ത്രീകൾക്ക് മാത്രം, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ ചോദിച്ചു നോക്കുമല്ല എന്താ നിങ്ങൾക്ക് അതിനോട് ഇത്ര ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. ഇനി ധൈര്യം ഉണ്ടോ? ഞാൻ അപ്രായോഗികത ബോധ്യപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് 10 അതിന്റെ മുൻഗണനാക്രമം എഴുതാൻ. നജീബ് മൗലവി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മുൻഗണനാക്രമം എഴുതണം, എതിരായാലേത്. അപ്പൊ നിങ്ങളുടെ മധ്യസ്ഥനെ, പഴയ മധ്യസ്ഥനെ ഏൽപ്പിച്ചു, വെല്ലുവിളിച്ചു. ഞാൻ ഏതുവരെ പറഞ്ഞു? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ 10 അരമണിക്കൂർ കൊണ്ട് ഇപ്പറഞ്ഞതുപോലെ മുൻഗണനാക്രമം എഴുതി വെച്ചാൽ ഇനി ബാക്കി വ്യവസ്ഥ നിങ്ങൾക്ക് വിട്ടു. ബാക്കി വ്യവസ്ഥ നിങ്ങൾ പറയും പോലെ. ഇത്ര സമയമില്ലേ? കഴിയില്ല. ബോധ്യപ്പെട്ടല്ലോ? വെറുതെ നജീബ് വലിയാർ പറഞ്ഞു കേട്ട് ചാടാൻ നിന്നാൽ അങ്ങനെയാണ്. ഇവിടെ വീണ്ടും കളം ആവർത്തിച്ചു. എന്ത്? നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏത് തഫ്സീറും ഞങ്ങൾ അംഗീകരിക്കും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏത് തഫ്സീറും നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് തെറ്റാന്ന് ഞങ്ങൾ തെളിയിക്കും. ഏത് തഫ്സീറും നിങ്ങൾക്ക് ഉദ്ധരിക്കാം, ഏത് ഭാഷാഗ്രന്ഥവും നിങ്ങൾക്ക് ഉദ്ധരിക്കാം. അതുപോലെ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോ. വ്യവസ്ഥ ഇതാണ് കാര്യം. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏത് തഫ്സീറുകളും നിങ്ങൾക്ക് ഞങ്ങൾ സ്വയം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേ ഉള്ളൂ. അതുകൊണ്ടല്ല നിങ്ങൾ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയതല്ലാതെ ഒരു തഫ്സീറിന്റെയും അടിസ്ഥാനത്തിൽ ഖബറാളികളോട് എന്താണ് എഴുതിയത്? ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് എന്ന് നിങ്ങൾ എഴുതിയ ഈ വാദം തെളിയിക്കാൻ, അതുപോലെ നിങ്ങൾ എഴുതിയ ഈ ശഫായത്തിന്റെ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ഉറപ്പ് ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിലുള്ള ഏതും നിങ്ങൾ ഉദ്ധരിച്ചോ, ഏത് ഉദ്ധരിച്ചാലും നിങ്ങൾ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മാനദണ്ഡം വെച്ച് തെറ്റാൻ നിങ്ങൾ തെളിയിച്ചിരുന്നു. സഹോദര, ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഞങ്ങളല്ല 10 പറയുന്നത്, ഞങ്ങളല്ല 50 പറയുന്നത്, ഞങ്ങളല്ല 70 പറയുന്നത്. നിങ്ങൾ എന്തു പറയുന്നുവോ ആ പറയുന്ന അതേ പ്രമാണം വെച്ച് ഇവിടെ എഴുതിയ വാദം തെളിയിക്കുന്ന പറയുന്നത്. പുറത്ത് പറയുന്നതല്ല. ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ തൊലിക്കെട്ടി ഞങ്ങൾക്കില്ല. ധൈര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഇന്ന് വരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇഷ്ടം പോലെ പറയായിരുന്നു, ഇഷ്ടം പോലെ ഓതുമായിരുന്നു, ഇഷ്ടം പോലെ അർത്ഥം വെക്കായിരുന്നു. ആ അർത്ഥം വെക്കുന്നതിന് ഭാഷാപരമായിട്ടാണെങ്കിൽ ഭാഷയിൽ ഇന്നത് നിങ്ങൾ അംഗീകരിക്കും എന്ന് നിങ്ങൾ ഇവിടെ നമ്മുടെ സംവാദത്തിൽ, വാദപ്രതിവാദത്തിൽ ഇന്നതാണ് ഞങ്ങൾ ഭാഷയ്ക്ക് അംഗീകരിക്കുക എന്നത് നിങ്ങൾ എഴുതാനായി സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും തഫ്സീറുമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ തഫ്സീറുകളിൽ നിന്ന് പ്രധാനപ്പെട്ടത് മതി. നിങ്ങൾ അതൊന്നാണെങ്കിൽ 1 എഴുതിക്കോ. ഒന്നുകൊണ്ടും തൗഹീദും ശിർക്കും തെളിയിക്കാൻ കഴിയില്ലേ? 10 വേണമെങ്കിൽ 10 എഴുതിക്കോ. ഞങ്ങൾ 10 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 150, 200 എഴുതുമ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടും അപ്രായോഗികതയും പറഞ്ഞപ്പോൾ പറയാ 10 എന്ന് എഴുതാൻ എത്ര സെക്കൻഡ് വേണോ, എത്ര മിനിറ്റ് വേണോ എന്ന് ചോദിക്കുന്നതാ. 10 തഫ്സീറാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ 10 എഴുതിക്കോ. വേണ്ട, ഒരു തഫ്സീറാണെങ്കിൽ ഒരു തഫ്സീർ എഴുതിക്കോ. അല്ല, ഒരു ഭാഷാഗ്രന്ഥമാണെങ്കിൽ ഒരു ഭാഷാഗ്രന്ഥം എഴുതിക്കോ. വെറും ഖുർആൻ കൊണ്ട് മാത്രം തെളിയിക്കുമെന്നാണെങ്കിൽ ഖുർആൻ മാത്രം മതി നിങ്ങൾ പറയുന്നത്.
ഞങ്ങൾക്ക് ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ഞങ്ങൾ ഫിഖഹിന്റെ കിതാബൊക്കെ അംഗീകരിക്കുന്നവരാ. ഞങ്ങൾ കർമ്മത്തിനൊക്കെ അതാ നോക്കുക, അത് വേറെ വിഷയം. ഇവിടെ നിങ്ങൾ തൗഹീദും ശിർക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങളാണ് പറഞ്ഞത് ഖുർആനും സ്വഹീഹായ ഹദീസും ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഏതൊരു പ്രമാണമാണോ പ്രമാണമായി എഴുതുന്നതെങ്കിൽ ആ പ്രമാണം കൊണ്ട് മാത്രം നിങ്ങൾ ഏതൊരു സമീപന രീതിയിലൂടെയാണോ നിങ്ങൾ തെളിയിക്കുകയെങ്കിൽ ആ രീതിയിലൂടെ തന്നെ നിങ്ങളുടെ വാദം ശരിയല്ല എന്ന് തെളിയിക്കും. ഇതിന്റെ അപ്രായോഗികതയാണല്ലോ ഞാൻ ബോധ്യപ്പെടുത്തിയത്. അതാ മൂപ്പരിപ്പോ ഇരിക്കാണ്. 10 എണ്ണം എഴുതാൻ ചാൻസ് തന്നു. 10 എണ്ണം നജീബ് മൗലവി പറഞ്ഞതുപോലെ മുൻഗണനാക്രമം അടക്കം എഴുതാൻ കഴിഞ്ഞില്ല. എഴുതിയിട്ടെങ്കിൽ മധ്യസ്ഥന്മാരെടുത്ത് കൊടുക്ക്. എഴുതാൻ കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. നിങ്ങൾക്ക് 10 എണ്ണത്തിന്റെ മുൻഗണനാക്രമം എഴുതാൻ കൊണ്ട് കഴിയില്ല. കാരണം അത് ഒരുപാട് നേരം എടുക്കും, ഒരുപാട് സമയം എടുക്കും. അതാണ് അപ്രായോഗികം എന്ന് പറഞ്ഞത്. അത് അപ്രായോഗികത ബോധ്യപ്പെട്ടപ്പോഴാണ് നജീബ് മൗലവി ഒന്നിലേക്ക് ചാടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇതില് വെറുതെ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് ഇപ്രാവശ്യം നിങ്ങൾ പറയണത്. നിങ്ങൾക്ക് ഇത് നടക്കരുത് എന്നാണുള്ളത്. നിങ്ങൾക്ക് ഇത് പേടിയാണ്. വാദത്തിൽ ഞങ്ങൾ കുടുക്കിയിട്ടപ്പോ, വിഷയത്തിൽ ഞങ്ങൾ കുരുക്കിയിട്ടപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇനി ഇത് നടക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്നു ഖുർആൻ സ്വഹീഹായ ഹദീസ് ഇത് പ്രമാണം. അതിന് ഏത് തഫ്സീർ ഉദ്ധരിക്കാം? ഏത് തഫ്സീർ ഉദ്ധരിക്കാം. അപ്പൊ ഞങ്ങളൊരു തഫ്സീർ ഉദ്ധരിച്ചാൽ അത് തെളിവല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതാ ഇന്ന മാനദണ്ഡം കൊണ്ട് ആ തഫ്സീർ ശരിയല്ല എന്ന് നിങ്ങൾക്ക് ജനങ്ങളോട് പറയാം. ആ മാനദണ്ഡം ശരിയോ തെറ്റോ എന്നുള്ളത് ഞങ്ങൾ പറയും. അത് ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ അത് ജനങ്ങൾ മനസ്സിലാക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇവിടെ ഒരു വളയം നമ്മളെ വകയിൽ ഉണ്ടാക്കേണ്ട ഒരു വളയം ഉണ്ട്. ഇവിടെ ഒരു ഖുർആൻ എന്ന് പറയുമ്പോൾ ഏതാന്ന് മനസ്സിലായല്ലോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഖുർആനിലെ ആയത്തുകളാ. അതിന്റെ അപ്പുറത്ത് പോകില്ലല്ലോ. അതാ വളയം. സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസാ, അതാ വളയം. തഫ്സീർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, തഫ്സീറുകൾക്ക് പണ്ഡിതന്മാർ സ്വീകരിച്ച രീതിയുണ്ട്. ഖുർആനെ ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുക, ഖുർആനെ സ്വഹീഹായ ഹദീസ് കൊണ്ട് തഫ്സീർ ചെയ്യുക. അതേപോലെ സഹാബത്തിന്റെ തഫ്സീറുകൾ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ നജീബ് ഇലാർ ഇങ്ങനെ ആലോചിച്ച് ഏതാണ്ട് സംഗതി ഒന്നുമല്ല. ഏത് ഒരു ജുമ കഴിഞ്ഞാൽ രണ്ടാമത്തെ ജുമ അവിടെ നടത്താം എന്നൊക്കെ എഴുതുന്ന മാതിരി എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ട്, ഒരു ജുമ കഴിഞ്ഞാൽ വേറൊരു ജുമ തിരക്കാണെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പ് ജുമ നടത്താന്നൊക്കെ. അറിയില്ല, പോട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞത് അതെന്തിനാ കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങൾ ആലോചിച്ചുണ്ടാക്കേണ്ടതല്ല. ഇതൊക്കെ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. ഏതായാലും മാനദണ്ഡം പറയാതെ നിങ്ങളുടെ അനുയായികൾ നിങ്ങളെ വിടൂന്ന് വിചാരിക്കണ്ട. നജീബ് മൗലവി പറഞ്ഞത് കേട്ടത് ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ പുലിക്കൂട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരും. അതാണ് കേരള സുന്നി ജമാഅത്ത്. അതവിടെ ഇരിക്കട്ടെ. ഒരൊറ്റ തഫ്സീർ, ഒരു തഫ്സീർ മുന്നിൽ വച്ചിട്ട് വിഷയം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ അതിന് സമ്മതം മൂളുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതമില്ലേ സഹോദരങ്ങളെ? ഒരു തഫ്സീർ, ഞങ്ങൾ പറയുന്ന വാദം ഒരൊറ്റ തഫ്സീറിന്റെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറയൂ മധ്യസ്ഥരോട്, ഒരു തഫ്സീറിന്റെ ഗ്രന്ഥം കൊണ്ട് തന്നെ നമുക്ക് സംവാദം നടത്താം, ഒന്ന് പരിശ്രമിച്ചു നോക്കാം. ഒരൊറ്റ തഫ്സീറിന്റെ ഗ്രന്ഥം. നിങ്ങൾ പെട്ടുപോയത് വലിയ ഒരു കുടുക്കിൽ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരുപാട് സംവാദങ്ങളും സംഗതികളൊക്കെ നടത്തിയെങ്കിലും പ്രമാണത്തെ എങ്ങനെ സമീപിക്കണം എന്ന് ഒരാളും ചോദിച്ചില്ല ഇവരോട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇവരുടെ ശ്രദ്ധയിലില്ല. തഅ്വീൽ കൊണ്ടാണോ തഫ്സീർ കൊണ്ടാണോ വിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ടത് എന്ന് കഴിഞ്ഞ തവണ യോഗത്തിൽ മൗലാന ചോദിച്ചപ്പോഴാണ് ഇവരൊന്ന് ഞെട്ടിപ്പോയത്. അങ്ങനെയുണ്ടോ സംഭവം എന്ന്. സത്യത്തിൽ അതിൻ്റെ ശേഷം പഠിച്ചു വരും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഒരു മാസം കൊടുത്തിട്ടും പഠിച്ചില്ല എന്ന് ഇന്നത്തെ സംഭാഷണത്തിൽ മനസ്സിലായി. ഒരു സംവാദം നടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞു, ഹനീഫ് മൗലവി പറഞ്ഞു അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ തഫ്സീർ ഞങ്ങൾ അംഗീകരിക്കും എന്ന് ഇതിനു മുമ്പ് ഹനീഫ് മൗലവിയുടെ പറഞ്ഞു. ആ തഫ്സീർ ഏതാണ് ഹനീഫ് മൗലവി? ഒന്ന് അറിയാനാണ്. ആ തഫ്സീർ ഏതാണ് അതൊന്ന് പറയൂ നിങ്ങൾ. എന്നിട്ട് മധ്യസ്ഥന്മാർ അതെഴുതട്ടെ, അത് വച്ച് നമുക്ക് സംസാരിക്കാം. എന്തിനാണ് ഇത്ര ഈ സങ്കീർണമാക്കുന്നത്? എന്തിനാണ് നേരം കളയുന്നത്? നിങ്ങളാ പറഞ്ഞത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ തഫ്സീറിനെ ഞങ്ങൾ അംഗീകരിക്കും എന്ന്. ആ അംഗീകരിക്കുന്ന തഫ്സീർ ഏതാണ്? ഇവരൊന്ന് കേൾക്കട്ടെ തഫ്സീർ. ആ തഫ്സീർ വച്ച് നമുക്ക് നമ്മുടെ വിഷയത്തെ സമീപിക്കാം. 10 തഫ്സീറിന്റെ പേരും അതിന്റെ മുൻഗണനാക്രമം എഴുതാൻ കഴിയാത്ത ആളായി ബടായി പറയുന്നത്. വെല്ലുവിളിക്കുമ്പോ എന്താ വിചാരിച്ചത്? പുലികളാ ഇത്, പുലിക്കൂടല്ല, പുലികളാ. 10 എണ്ണം എഴുതാൻ കഴിഞ്ഞ സഹോദര, വെറും 10. ഞാൻ വിചാരിച്ച മൂപ്പര് മൈക്കൊക്കെ എടുത്ത് കുപ്പായകണ്ടാക്കണ കണ്ടിട്ട് 10 തഫ്സീർ അതിന്റെ മുൻഗണനാക്രമം ഇപ്പൊ വായിക്കുന്ന കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടില്ല. ചിരിച്ചിട്ട് ഒരു കാര്യമില്ല, പെട്ടു. അതാ പറഞ്ഞ ആൺകുട്ടികളോട് വർത്താനം പറയുമ്പോ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ?
ആൺകുട്ടികളോട് വർത്താനം പറയാൻ സൂക്ഷിക്കണം. ഏത് ധൈര്യം ഉണ്ടെങ്കിൽ 10 വീണ്ടും വെല്ലുവിളിക്കാൻ. ഇത് ആൾക്ക് മാത്രമുള്ള വെല്ലുവിളി. ധൈര്യം ഉണ്ടെങ്കിൽ ഇനി മൈക്കെടുക്കാൻ അവകാശം നിങ്ങൾക്ക് ഉണ്ടാണെങ്കിൽ നിങ്ങൾ ആ 10 തഫ്സീർ അതിന്റെ മുൻഗണനാക്രമം എഴുതി. പിന്നെ അപ്പൊ പെട്ടത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് കഴിയില്ല ആ മാനദണ്ഡം. ഞാൻ പറഞ്ഞല്ലോ മാനദണ്ഡം ഞാൻ പറഞ്ഞു. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡങ്ങളുണ്ട്. ഖുർആനിനെ ഖുർആൻ കൊണ്ട്, ഖുർആനിനെ സുന്നത്ത് കൊണ്ട്, സഹാബത്തിന്റെ അഭിപ്രായം കൊണ്ട് ഒക്കെ വ്യാഖ്യാനിക്കുന്ന രീതി. ഏത് നിങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ തഫ്സീർ അംഗീകരിക്കും നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ തവണ. അങ്ങനെ ഒരു തഫ്സീർ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മാനദണ്ഡമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തഫ്സീർ ഇതാണ്, ആ തഫ്സീറുള്ള മുഴുവൻ ഞങ്ങൾ അംഗീകരിക്കുന്നല്ല. നിങ്ങൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇന്ന തഫ്സീറുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കും എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തതാണ്. അപ്പോ ഞാൻ പറഞ്ഞു ആ മാനദണ്ഡം. ഈ ഒരു ആയത്ത് ഞങ്ങൾ ഓതും, ആ ആയത്ത് ഞങ്ങൾ തഫ്സീർ പറയും. അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതാ തെറ്റാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിനെതിരായിട്ട് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, ഈ തഫ്സീർ ശരിയല്ല. അപ്പൊ ഞങ്ങൾ പറയും നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച്, സ്വയംകൃതമൊന്നുമല്ല, നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് ഞങ്ങൾ ആ തഫ്സീർ ശരിയാണ് എന്ന് ഞങ്ങൾ പറയും. പക്ഷെ നിങ്ങൾക്ക് പറ്റൂല. കാരണം എന്താ? നിങ്ങളെ തഫ്സീറുകൾ, നിങ്ങളെ വ്യാഖ്യാനങ്ങൾ സ്വയംകൃതം മാത്രമാണ്, നിങ്ങൾ ഉണ്ടാക്കിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇസ്തിഹാസമെന്ന് ഇസ്തിശ്വാമക്ക് ചാടേണ്ടി വന്നത്. മാനദണ്ഡം ഞാൻ പറഞ്ഞു. അനീഫ് മൗലവി ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. ആ മാനദണ്ഡം അങ്ങ് പറഞ്ഞിട്ടൊന്നങ്ങ് രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ തിരിച്ചു വെക്കുക പ്ലേറ്റ്. നിങ്ങൾ ലോകത്തൊരുപാട് തഫ്സീറുകളുണ്ട്, അതെഴുതാം, എല്ലാം എഴുതൽ അപ്രായോഗികമാണ് എന്ന് പറഞ്ഞ് ഈ അപ്രായോഗികം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്രായോഗികമല്ല ഒരു 10 നിങ്ങൾക്ക് എഴുതാൻ ചുരുക്കി പറഞ്ഞതാണ്. അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് എഴുതാൻ കഴിയാത്തത് കൊണ്ടല്ല. നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് മാനദണ്ഡം എഴുതിയാലും തഫ്സീർ സ്വീകരിക്കാൻ ഒരു മാനദണ്ഡം എന്ന് ഹനീഫ മൗലവി പറയുന്നു. ആ മാനദണ്ഡം നിങ്ങൾ പറയൂ, ഞങ്ങൾ സ്വീകരിക്കാം, നിങ്ങൾ പറയുന്ന മാനദണ്ഡം അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് തഫ്സീർ എഴുതാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന മാനദണ്ഡം അംഗീകരിച്ചുകൊണ്ട് തഫ്സീർ എഴുതിയാൽ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ തഫ്സീർ ഞങ്ങളോട് എഴുതാമെന്നാണ് ചോദിക്കുന്നത്. എഴുതാം, ഞങ്ങൾ പറയുന്നത് പോലെയുള്ള ആർജവം കാണിക്കണം. നിങ്ങൾ പറയുന്ന മാനദണ്ഡത്തിലൂടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ വാദം തെറ്റാണെന്നും ഞങ്ങളുടെ വാദം ശരിയാണെന്നും ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതിയാൽ ആ എഴുതിയ ഞങ്ങൾ എഴുതുന്ന മാനദണ്ഡം കൊണ്ടും തഫ്സീർ കൊണ്ടും അംഗീകരിക്കാൻ ആർജവം കാണിക്ക്. അപ്പൊ ഹനീഫ മൗലവി പറയും ലോകത്തുള്ള എല്ലാ തഫ്സീറും അംഗീകരിക്കാൻ പറ്റൂല, തഫ്സീർ അംഗീകരിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. അതാ ഈ മാനദണ്ഡം രേഖപ്പെടുത്താൻ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പുലിയെ പുലിക്കൂട്ടിലിടുന്നത്. അപ്പൊ ഹനീഫ മൗലവി അതൊരു കാര്യം മനസ്സിലാക്കുക. ഹനീഫ മൗലവി കുറേശ്ശെ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവനെ എഴുതി വെച്ച ഫഹ്മു സഹാബ ഇങ്ങനെ തോണ്ടുന്നുണ്ട്. ഫഹ്മു സഹാബയൊക്കെ ഞങ്ങൾ പറയാൻ നിങ്ങളിങ്ങോട്ട് പറഞ്ഞു വരട്ടെ. നിങ്ങൾ മടവൂർ വിഭാഗത്തോട് ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ മാനദണ്ഡം വേണമെന്ന് പറഞ്ഞവരെ അകറ്റി നിർത്തി, മാറ്റി നിർത്തി, പുറത്തു പോയതോ പുറത്താക്കിയതോ അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾക്കത് ബാധകമല്ല. പക്ഷേ അതിൽ ഒന്നാമത്തെ പ്രശ്നമായി നിങ്ങൾ പറഞ്ഞത് ഖുർആനും ഹദീസും എന്ന് പറഞ്ഞാൽ പോരാ. ഖുർആനും ഹദീസും സ്വീകരിക്കാൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ വാരിക്കൂട്ടിപ്പെടുത്ത വർത്താനം പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ചർച്ച നടത്തിയില്ലേ ഹനീഫ മൗലവി? അത് തൊടുന്നില്ലല്ലോ നിങ്ങൾ. അപ്പോ തഫ്സീർ സ്വീകരിക്കാൻ മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞാൻ തൊട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറ. അതാ ഞാൻ പറഞ്ഞത്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, ഖുർആനിനെ സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക, ഖുർആനിനെ സഹാബത്തിന്റെ അഭിപ്രായം കൊണ്ട് വ്യാഖ്യാനിക്കുക. അതാ മാനദണ്ഡം നിശ്ചയിച്ചത്. എത്ര നേരമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് മനസ്സിലാത്തതിന് ഞാൻ ഉത്തരവാദിയാ. ആ മാനദണ്ഡത്തിന് അപ്പുറത്ത് പോകുന്ന ആളുകളെയാണ് നമ്മൾ എതിർക്കുന്നത്. നിങ്ങളെ എതിർത്താൽ തന്നെയാണ്. നിങ്ങളെ സ്വന്തത്തിനനുസരിച്ച് ഇന്നമാ വലിയക്കുമുള്ള നിങ്ങൾ ആയത്തോതി ഖബറിലുള്ള ആളുകളോട് തേടാൻ ലോകത്തൊരു മുഫസ്സിർ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. വസൽമൻ അർസൽ ഞങ്ങൾ ഓതി. ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു തഫ്സീറിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോ നിങ്ങൾ ഏത് ആയത്താണോ ഈ സംവാദത്തിൽ ഉദ്ധരിക്കുക, ആ ആയത്തിന് ഏത് തഫ്സീറുകളാണോ ഉദ്ധരിക്കേണ്ടത് ആ തഫ്സീറുകൾ ഞങ്ങൾ ഉദ്ധരിക്കും. ചിലപ്പോ ജലാലിനെ ഉദ്ധരിച്ചാൽ മതിയാവും, ചിലപ്പോ തൊബരി ഉദ്ധരിക്കേണ്ടി വരും, ചിലപ്പോ ഇബ്നു കസീർ ഉദ്ധരിക്കേണ്ടി വരും. പിന്നെ അപ്രായോഗികം ബോധ്യപ്പെട്ടിട്ട് മൂപ്പർക്ക് തലപൊക്കാൻ കഴിയുന്നില്ല. ഞങ്ങളോട് എഴുതാൻ പറഞ്ഞു 10, ഞാൻ പറഞ്ഞു എഴുതാൻ കഴിയില്ല, അപ്രായോഗികമാണ് എന്ന എന്റെ വാദം കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഞാൻ പറഞ്ഞ വാദം സ്ഥിരപ്പെട്ടു. ഇല്ലെങ്കിൽ എഴുതി കാണിക്കുന്നത് ഞങ്ങളെ ഈ ഇരിക്കണ ഞങ്ങളെ പരാജയപ്പെടുത്താൻ കിട്ടിയ ഏറ്റവും വലിയ ചാൻസ് അല്ലേ ഇത്? ഇതാ ഞങ്ങൾ എഴുതി 10 തഫ്സീർ, ആ 10 തഫ്സീറിലെ മുൻഗണനാക്രമം ഇതാ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് പറയാൻ കുട്ടികളെ പോലെ ഇത് അപ്രായോഗികമല്ല, ഇത് അപ്രായോഗികമാണെന്ന് തെളിയിച്ചു. നിങ്ങളുടെ
കഴിഞ്ഞ മധ്യസ്ഥനാ പറഞ്ഞത് 10 തഫ്സീർ എഴുതാൻ എന്താ ഇത്ര പണിയാന്ന്. ഞാൻ ചോദിച്ചു, ധൈര്യം നിങ്ങൾക്ക് എഴുതാൻ 10 തഫ്സീറും നജീബ് മുസ്ലിയാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മുൻഗണനാക്രമവും. അപ്പൊ അസ്രഫ് മൗലവി ഒന്ന് നജീബ് മൗലവി തിരുത്തി, അത് ഒന്ന് എഴുതിയാൽ തന്നെ ഒന്നാമത്തേതല്ലേ. പിന്നെ ഇതിനാ മുൻഗണനാക്രമം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം? പിന്നെ ഇതിനാ മുൻഗണനാക്രമം പറഞ്ഞ ഒന്ന് എഴുതിയ ഒന്നാമത്തേതാണെങ്കിൽ? അപ്പോ ഇത് അപ്രായോഗികമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, അഹ്ലുസുന്ന വൽ ജമാഅ ഒരു തഫ്സീർ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അംഗീകരിച്ചേ ഞങ്ങൾ സംസാരിക്കൂ. വീണ്ടും പ്രസംഗത്തിലേക്ക് അങ്ങനെ പോയിട്ട് നമ്മൾ രണ്ടു കൂട്ടരും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ സഹോദര? നമ്മളിപ്പോൾ പ്രമാണത്തിൻ്റെ ചർച്ചയല്ലേ? പ്രമാണം നിങ്ങൾ രണ്ടെണ്ണം പറഞ്ഞപ്പോൾ ഞങ്ങളത് സമ്മതിച്ചില്ലേ? ഖുർആന് സ്വഹീഹായ ഹദീസ് എന്ന്. ഇനി നിങ്ങൾ അതും വേണ്ട, ഒന്നേ പറയുന്നുള്ളെങ്കിൽ ഒന്നും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാന്ന് ഞങ്ങൾ പറയുന്നു. പറഞ്ഞതിൽ വെച്ച് സംസാരിക്കുക. ഖുർആനിനെ നിങ്ങൾ അർത്ഥം വെക്കുന്നതും ആശയം മനസ്സിലാക്കി തരുന്നതും ഭാഷാഗന്ധം അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഷാഗന്ധത്തിൽ പ്രമാണയോഗ്യമായി നിങ്ങൾ സ്വീകരിക്കുന്നത് ഏതാണ് എന്നിവിടെ എഴുതി വെച്ചിട്ട് അതനുസരിച്ച് പോയിവിടെ. ഞങ്ങളെ കൊണ്ടാ എഴുതാൻ പറയുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമെന്നിവിടെ വാക്ക് തന്നാൽ ഞങ്ങൾ പറയാം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചിട്ട് വ്യവസ്ഥയാക്കിയിട്ട് പ്രമാണത്തെ പറ്റിയിട്ട് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുമെന്ന് വാക്ക് തന്നാൽ അസമയം എഴുതാം. എത്ര തഫ്സീർ വേണമെങ്കിലും എഴുതാം, എത്ര ഭാഷാഗന്ധം വേണമെങ്കിലും എഴുതാം. ഞങ്ങൾ പറയുന്ന പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വാക്ക് തന്നാൽ ഞങ്ങൾ എഴുതാം. ഞങ്ങൾ നിങ്ങൾക്ക് സുഖായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന, നിങ്ങൾ സമ്മതിക്കുന്ന അതേ ഭാഷാഗന്ധം വെച്ച് തന്നെ ഭാഷാപരമായി സമീപിക്കും. അല്ല, ഭാഷാപരമായി മാത്രമേ സമീപിക്കുന്നുള്ളൂ നിങ്ങൾ ഖുർആനിലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കും. തഫ്സീർ പ്രകാരമാണെങ്കിൽ തഫ്സീർ കൊണ്ട് തെളിയിക്കും. അത് ഒരു തഫ്സീർ ആണെങ്കിൽ ഒറ്റ തഫ്സീർ കൊണ്ട് തെളിയിക്കും. 100 എണ്ണം എഴുതുന്നുണ്ടെങ്കിൽ 100 കൊണ്ടും തെളിയിക്കും. 10 എണ്ണം എഴുതിയ 10 കൊണ്ടും തെളിയിക്കും. എണ്ണം എത്രയാണെങ്കിലും തെളിയിക്കും. എണ്ണം ഏതാണെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വ്യവസ്ഥയിൽ രേഖപ്പെടുത്താതെ ഞങ്ങൾക്ക് അവിടെ മിണ്ടാൻ കഴിയില്ല. ഞങ്ങൾ നാണവും മാനവും ഉള്ളവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനോ തൊലിക്കെട്ടില്ലാതെ സംസാരിക്കൂല. ആവർത്തിച്ചോ പറയാൻ ഞങ്ങൾക്ക് അറിയൂല. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, വ്യവസ്ഥ എന്നുള്ള നിലയുടെ ഇവിടെ എഴുതണമെങ്കിൽ ഖുർആനും സ്വഹീഹായ ഹദീസും നിങ്ങൾ പറഞ്ഞത് ഖുർആനിലുള്ള ഭാഷാഗന്ധങ്ങളും തഫ്സീർ ഗന്ധങ്ങളും പറയണം. നിങ്ങൾ എഴുതുന്ന 10 എണ്ണം ഞങ്ങൾ അംഗീകരിക്കുന്ന വാക്ക് തന്നാൽ എഴുതാം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആദ്യം എഴുതുങ്ങളൊന്ന് എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല. എത്ര നേരമായി പറയാൻ തുടങ്ങിയിട്ട് എഴുതാൻ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. നിങ്ങളെ കഴിഞ്ഞ മധ്യസ്ഥനല്ലേ പറഞ്ഞു പെട്ടത്? എഴുതാം, 5 മിനിറ്റ് അല്ലേ വേണ്ടു, 2 മണിക്കൂർ ഞാൻ സമയം കൊടുത്തു. എഴുതാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളും ഞങ്ങളും ഉണ്ടാക്കി വെക്കേണ്ട മാനദണ്ഡമല്ല. ഒരു തഫ്സീർ സ്വീകരിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ, ആദം നബി അലൈഹിസ്സലാം ശിർക്ക് സംഭവിച്ചു പോയി എന്ന് എഴുതിയ തഫ്സീറുണ്ട്. ആ തഫ്സീർ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ? അപ്പോ ആ തഫ്സീറുള്ള വേറെന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുന്നത് കൊണ്ട് ഇതാ നിങ്ങൾ ഈ തഫ്സീർ സ്വീകരിക്കുന്നില്ലേ എന്ന് ഇതിനെ ഞങ്ങൾ ഓറിയന്റലിസ്റ്റുകളാണ് മറ്റൊരു പറഞ്ഞതും. ആ തഫ്സീർ ഉള്ളത് മുഴുവൻ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഇത് എഴുതി വെച്ചത് കൊണ്ട് ആ തഫ്സീറുള്ള മുഴുവൻ തള്ളണോ? അങ്ങനെയല്ല സുന്നത്ത് ജമാഅത്തിന്റെ രീതി. അഹ്ലുസുന്ന വൽ ജമാഅ സ്വീകരിച്ച മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ഖുർആനെ വ്യാഖ്യാനിക്കണം. ഖുർആനെ ഖുർആൻ കൊണ്ട്, ഖുർആനെ സുന്നത്ത് കൊണ്ട്, സ്വഹാബത്തിന്റെ അഭിപ്രായം കൊണ്ട്, അതേപോലെ അതിനാണ് തഫ്സീർ ബിൽ മഅ്സൂർ എന്നൊക്കെ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് അതിന്റെ മാനദണ്ഡം. ആ മാനദണ്ഡം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ വാദപ്രതിവാദം നടന്നാൽ നിങ്ങൾ ഇതുവരെ കെട്ടിപ്പൂട്ടി കൊണ്ടാക്കിയ എല്ലാ ദന്തഗോപുരങ്ങളും തകർന്നു വീഴും, ചീട്ടുകെട്ടാരം പോലെ നിങ്ങൾക്കറിയാം. അത് കുറെ നിങ്ങൾക്ക് അനുയായിയൊക്കെ മനസ്സിലായി. നജീബ് മുസ്ലിയാരാണോ ഈ പറയണത് എന്ന് നിങ്ങൾ അനുയായികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ തലാട്ടണതിന് മുമ്പേ 10 എണ്ണം എഴുത്. ആ 10 അതിന്റെ മുൻഗണനാക്രമവും. എഴുതാൻ കഴിയൂല, നിങ്ങൾക്ക് എഴുതാൻ കഴിയൂല. നിങ്ങളത് എഴുതി തെളിയിക്ക്. 10 എണ്ണം എഴുതാൻ കഴിയും, നിങ്ങൾക്കത് കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൃത്യമാണ്. ഖുർആൻ സ്വഹീഹായ ഹദീസ്, ഏത് തെളിവുകളും അതിനുപോൽബലകമായി നിങ്ങൾക്ക് ഹദീസുകൾ ഉദ്ധരിക്കാം, ഖുർആൻ ഉദ്ധരിക്കാം, അതിന്റെ തഫ്സീറുകൾ ഉദ്ധരിക്കാം, ശർഹുകൾ ഉദ്ധരിക്കാം. നിങ്ങൾ പുതിയ വിഷയത്തേക്ക് കഴിയില്ല. നിങ്ങൾ തഫ്സീറും ഭാഷയും അംഗീകരിക്കും എന്ന് ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞു. ഭാഷാപരമായും പറയും, തഫ്സീർ കൊണ്ടും പറയും. അപ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഭാഷാപരമായി പറയുമ്പോൾ ആ ഭാഷാപരമായിട്ടുള്ളതിന് നിങ്ങൾ മാനദണ്ഡമാക്കുന്ന ഭാഷാഗന്ധം ഏത്? സ്വീകാര്യമായ
തഫ്സീർ കൊണ്ടാണ് നിങ്ങൾ ഖുർആനെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്ന പ്രമാണയോഗ്യമായ നിങ്ങൾക്ക് ആവശ്യമുള്ള തഫ്സീർ എഴുതാം. 1, 2, 3, 4 എത്ര വേണമെങ്കിലും എഴുതാം. ഞങ്ങളാണ് എഴുതേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി പറ. നിങ്ങൾ പറയുന്ന തഫ്സീറുകൾ അനുസരിച്ച് ഞങ്ങളുടെ വാദം തെറ്റാണെന്നും നിങ്ങളുടെ വാദം ശരിയാണെന്നും നിങ്ങൾ സമർത്ഥിക്കും എന്ന് വാക്കു തന്നാൽ ഞങ്ങൾ പറയാം. അപ്പൊ ഞങ്ങൾ തഫ്സീർ എഴുതാ, എത്ര വേണമെങ്കിലും എഴുതാ. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഒറ്റ തഫ്സീർ കൊണ്ട് തന്നെ തെളിയിക്കാം. ഖുർആൻ കൊണ്ട് നിങ്ങൾ ഭാഷാപരമായി പറയുമെങ്കിൽ ഭാഷ കൊണ്ട് തന്നെയും തെളിയിക്കാം. നിങ്ങൾക്ക് സ്വീകാര്യമായത് പ്രമാണം എന്ന ചർച്ചയിൽ നിങ്ങൾ സ്വീകാര്യമായ പ്രമാണം 2 ഒതുക്കിയത് നിങ്ങളാ. 4 പ്രമാണത്തിൽ നിന്ന് 2 ഒതുക്കിയത്. ആ 2 സ്വഹീഹായ ഹദീസിലേക്ക് ഇരിക്കുന്നേ ഉള്ളൂ. ഖുർആൻ സ്വഹീഹായ ഹദീസ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഖുർആൻ എന്നതിനെ എങ്ങനെ സമീപിക്കും? സ്വഹീഹായ ഹദീസ് എന്നാൽ എന്താണ്? ആ സ്വഹീഹായ ഹദീസ് ആര് സ്വഹീഹാക്കിയതാണ് എന്നൊക്കെ രേഖപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് തലക്ക് വെളിവുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണിത്. ഈ വിഷയത്തിലേക്ക് എത്തിക്കാം. ആ വിഷയത്തിലേക്ക് എത്തിച്ചത് ഇവിടെ വ്യവസ്ഥ പ്രകാരം എഴുതിയിട്ടാണ് ഈ സംവാദം നടക്കുക. നിങ്ങൾ പ്രസംഗിച്ച് രക്ഷപ്പെടാൻ സുന്നി ജമാഅത്തുമായിട്ട് നോക്കണ്ട. കേരള സുന്നി ജമാഅത്തിന് കർക്കശമായ രീതി ഇതിലുണ്ട്. ഇതിനാണ് പരസ്യമായി വ്യവസ്ഥ നിശ്ചയിക്കണമെന്ന് പറയുന്നത്. നിങ്ങളൊരു അടച്ചുമുറിച്ച റൂമിൽ 4 കുട്ടികൾ അപ്പുറം ഇരുന്നിട്ട് നടത്തിയിട്ട് എഴുതുന്നതാണ് ഈ വ്യവസ്ഥ. ആ വ്യവസ്ഥ ഞങ്ങൾ പരസ്യമായിട്ട് ജനം കേൾക്കണം, പുറത്തേക്കും കേൾക്കണം, എല്ലാവർക്കും കേൾക്കാൻ സൗകര്യം വേണം. പരസ്യ സ്റ്റേജിൽ നിന്നാകണമെന്ന് പറയുന്നത് സുന്നി ജമാഅത്തിന് കർക്കശമായ രീതിയുണ്ട്. ഇപ്പൊ മനസ്സിലായി സുന്നി ജമാഅത്തിന്റെ തലപ്പാവ് കെട്ടി വന്നത് എന്തിനാണ്? കാരണം സംസ്ഥാനത്തിന്റെ വേഷത്തിൽ വന്നാൽ നാദാപുരത്തെ കത്തെടുത്ത് വായിക്കും. നാദാപുരത്ത് നിങ്ങൾ പിന്മാറിയെന്ന് നിങ്ങളെ പ്രവർത്തകന്മാർ എഴുതിയത് വായിക്കും. നാദാപുരത്ത് നിങ്ങളെ പ്രവർത്തകന്മാർ എഴുതിയത് ഞങ്ങൾ വായിച്ചു തരും. നിങ്ങളെ പ്രവർത്തകന്മാർ തന്ന കത്ത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ പറഞ്ഞിടത്ത് തന്നെയാണുള്ളത്. തഫ്സീർ കൊണ്ട് വിശദീകരിക്കും, അതേപോലെ തന്നെ തഅ്വീൽ കൊണ്ട് വിശദീകരിക്കും. ഭാഷാ ഗ്രന്ഥങ്ങൾ പറയും, തഫ്സീറുകൾ ഉദ്ധരിക്കും. ആ ഉദ്ധരിക്കുന്നതിന് നാദാപുരത്തിന് അതൊന്നും ഒരു പരിഹാരമാവൂല, ഒന്നും കിട്ടൂല. അങ്ങനെ അതൊന്നും മതിയായ തെളിവാവില്ല. കാരണം സീമാമൂദ് ഒപ്പിട്ട കത്തിന്റെ കയ്യിലുണ്ട്, വേറൊന്നും നടക്കൂല. അപ്പൊ ഞങ്ങൾ തഫ്സീർ ഉദ്ധരിക്കും, അതേപോലെ തന്നെ ഭാഷാഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കും. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു മുൻഗണനാക്രമം വേണം. ഇപ്പൊ അസ്രം പോലെ പറഞ്ഞു 1ാമത് എഴുതിയാൽ തന്നെ മുൻഗണനാക്രമമായി. അപ്പൊ എതിര് വന്നാലോ? അപ്പൊ എതിര് വരൂലല്ലോ. പിന്നെ ഇപ്പറഞ്ഞ മാതിരിയാണെങ്കിൽ എതിര് വന്നാൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച പദ ഏത് തഫ്സീറുകൾ എതിരായി വന്നാൽ ഏതിന് മുൻഗണന നൽകും എന്ന് എഴുതണം. ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ എഴുതി 10 എണ്ണം, വെറും 10 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 5 മിനിറ്റ് കൊണ്ട് ഞാൻ മാജിക് കാണിക്കുന്ന ആളായിരിക്കണേ അവിടെ. ഇത്ര സമയമായി എഴുതാൻ കഴിയൂല നജീബ് മൗലവി. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ലെങ്കിൽ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരാൾക്ക് തലക്ക് ഏതാണ്ട് വെളിവ് വന്നു, അതുകൊണ്ടാ എഴുതാത്തത്. അല്ലെങ്കിൽ അപ്പൊ പെണ്ണും കടലാസ് എടുക്കൂലേ? 1 മുതൽ 10 വരെ എഴുതാൻ വേഗം കയ്യല്ല ഏതായാലും. പിന്നെ എന്ത് ചെയ്യാ? 1ഉം 2ഉം എതിരായി വന്നാൽ, 1ഉം 3ഉം എതിരായി വന്നാൽ, 1ഉം 4ഉം എതിരായി വന്നാൽ പിന്നെ എഴുതുക. ഈ 1ലും 2ലും 2ലും 3ലും എതിരായി വന്നാൽ, 4ലും 5ലും എതിരായി വന്നതും 6ലും 7ലും എതിരായി വന്നതും മുൻഗണന നൽകിയാൽ നേരായിട്ട് വെളുക്കും. 10 മിനിറ്റാണ്. 10 മിനിറ്റ് വെളിവ് വന്നില്ലേ? കുറച്ചൊക്കെ ഞങ്ങളെടുത്ത് ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വെളിവ് വരും. കുറച്ചൊക്കെ പഠിച്ചു വെച്ചത് അങ്ങനെ പറയാനേ കഴിയുള്ളൂ. അതായി പറയുന്നത് 10 തഫ്സീർ നിങ്ങളോട് എഴുതാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 തഫ്സീർ എഴുതിയാൽ ആ 10 തഫ്സീർ എഴുതിക്കൂടെന്നാ ചോദിക്കണേ. നിങ്ങൾ സമയം പറഞ്ഞപ്പോ, അപ്രായോഗികത പറഞ്ഞപ്പോ ഞങ്ങളോട് 10 തഫ്സീർ എഴുതാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ എഴുതുന്ന 10 തഫ്സീർ ഈ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ ഖുർആന്റെ സമീപനത്തിന് അവലംബിക്കുന്ന തഫ്സീറാണെന്ന് നിങ്ങൾ സമ്മതിച്ചു വാക്കു നൽകിയാൽ തീർച്ചയായും അപ്പൊ സമർപ്പിക്കും. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും, പെട്ടെന്ന് സമർപ്പിക്കും. വേണോ? അത് വേണമെങ്കിൽ അപ്പൊ പറഞ്ഞോ. 10 തഫ്സീർ ഞങ്ങൾ പറയുന്നത് വാദപ്രതിവാദത്തിൽ ഖുർആനെ അംഗീകരിക്കാനും ആശയം അംഗീകരിക്കാനും നിങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറയുന്ന തഫ്സീർ ഖുർആന്റെ സമീപനത്തിന് പ്രമാണമാക്കിയിട്ട് സമീപിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ തത്സമയം 10 എണ്ണം എഴുതി തരാ. പിന്നെന്തിനാ വെറുതെ 10 തഫ്സീർ എഴുതുന്നത്? 1, 2, 3 എന്നത് അപ്രായോഗികത പറഞ്ഞിനാ. സാധാരണ ബഹുജനങ്ങൾ തെറ്റിദ്ധരിക്കുക ഓരോന്ന് 30, 40, 50 ഇത് എന്ന് പറഞ്ഞിന്. അതിനാ പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 10 വരെ എഴുതിയാൽ ആ 10 എണ്ണത്തിന്റെ മുൻഗണന ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. അത് പറഞ്ഞാൽ മതി. നിങ്ങള് അതിന് തയ്യാറായാൽ മതി. അങ്ങനെ സുഖകരമായ മാർഗം പറഞ്ഞു തരിക. അപ്പൊ നിങ്ങൾ 1, 4 എതിരായാലോ 4, 7 എതിരായാലോ എന്നാണ് ദുരൂഹത ഉണ്ടാക്കുക. അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
ഞങ്ങൾ സംസാരിക്കുന്നത് തഫ്സീറാണെങ്കിൽ തഫ്സീർ, ഭാഷാപരമാണെങ്കിൽ ഭാഷാപരം. നിങ്ങൾ പറയുന്ന പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കും, ഞങ്ങളുടെ വാദം ശരിയാണെന്ന് തന്നെ സമർത്ഥിക്കും. അതിന് ഖുർആൻ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അതേ ഖുർആൻ, സ്വഹീഹായ ഹദീസ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അതേ സ്വഹീഹായ ഹദീസ്. രണ്ട് പ്രമാണം നിങ്ങൾ സാധാരണ പറയുന്നത് നിങ്ങൾ കളഞ്ഞു, ആയിക്കോട്ടെ, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഭാഷാപരമായ രീതിയിൽ എഴുതുമ്പോ ഇന്ന് വരെ ഒരു ഭാഷാഗന്ധത്തിനും ഇല്ലാത്ത വിളിച്ചു പ്രാർത്ഥന, വിളിച്ചു വൃത്താന എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇക്കാലം അത്രയും പിടിച്ചു നിൽക്കുന്നത്. ആ വിളിച്ചു പ്രാർത്ഥന പോലും തഫ്സീർ ഭാഷയിലില്ല, അതുകൊണ്ട് ഭാഷ പറയണം. പണ്ട് 15 റുപ്യ കൊടുത്ത് മത്തിത്തല വാങ്ങിയ ആള് ബുദ്ധി ഉണ്ടായ ഒരു കഥ പറയാറുണ്ടല്ലോ. നിജമോലേക്കും ബുദ്ധി വെച്ചു, ഇപ്പൊ നിങ്ങൾക്കും ബുദ്ധി വെച്ച്. മനസ്സിലായാലോ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങളെ മുൻഗണനാക്രമൊക്കെ മാറിയില്ലേ? ഞങ്ങൾ പഠിച്ചതേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്നല്ലേ? ഞങ്ങൾ പഠിച്ചതേ പറയൂ, പഠിക്കാത്ത ഞങ്ങൾ പറയില്ല. പഠിക്കാതെ പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു പള്ളിയിൽ ജുമ കഴിഞ്ഞിട്ട് ആളുകൾ പോയി തിരക്കാണ്. അപ്പൊ അടുത്ത രണ്ടാമത്തെ ജുമയ്ക്ക് ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുക, കല്യാണ പേരയിലൊക്കെ ബിരിയാണിക്ക് നിൽക്കണ മാതിരി. എന്നിട്ട് ജുമ നടത്താൻ നിങ്ങൾ എഴുതി നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ പറഞ്ഞത്. അപ്പൊ പഠിക്കാതെ ഞങ്ങൾ പറയില്ലേ, ഞങ്ങൾ പഠിച്ചതേ പറയുള്ളൂ. ഞങ്ങൾ ധൈര്യത്തോടെ വന്നു. നാദാപുരത്തിന് മറുപടി പറയാൻ എന്തോ ഒരു കടലാസ് എടുത്തിരുന്നു, പൂത്തി, അത് എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ഇതാണ് ഖുർആൻ, സ്വഹീഹായ ഹദീസ്. ഈ ഖുർആൻ തെളിയിക്കാൻ തഫ്സീറുകൾ ഉദ്ധരിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എഴുതിക്കുങ്ങളത്. ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് തഫ്സീറുകൾ നിങ്ങളുടെ പിഴച്ച വാദത്തിന് തെളിവായി നിങ്ങൾ ഉദ്ധരിച്ചാലും നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാദം പിഴച്ചതാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്നതാണ്. എഴുതരണോ? ഒന്നും രണ്ടും ആക്കണ്ട. ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് തഫ്സീറുകൾ നിങ്ങൾ ഉദ്ധരിച്ചാലും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ പിഴച്ച വാദത്തിന് അത് തെളിവല്ല എന്ന് ഞങ്ങൾ തെളിയിക്കുന്നതാണ്. ഇതാ ഞങ്ങളെ വാദം, പ്രമാണത്തിൽ ഞങ്ങളെ വാദം അതാ. എഴുതിക്കോ. അതുപോലെ നിങ്ങൾക്ക് എഴുതാൻ ധൈര്യമുണ്ടോ? എഴുതിക്കോ. പിന്നെ ഞങ്ങൾ പ്രമാണങ്ങൾ 2 കളഞ്ഞു, 2 കളഞ്ഞു, 3 കളഞ്ഞ ആളാ 2 കളഞ്ഞ ആളെ കുറ്റം പറയുന്നത്. നേരത്തെ ഖുർആൻ മതി എന്ന് പറഞ്ഞാല് നിങ്ങൾ ഖുർആൻ മതി എന്ന് ഏത് അർത്ഥത്തിലാണോ പറഞ്ഞത് അതേ അർത്ഥത്തിലാണ് ഞങ്ങൾ ഖുർആൻ ഹദീസും പറഞ്ഞത്. ആ 3 കളഞ്ഞിട്ട് ഇപ്പൊ സാധാരണ പറയും ഇമാമിങ്ങളെ തള്ളി, ഇമാമിങ്ങളെ തള്ളി. ആര്? ഒരു ഇമാമിനെ സ്വീകരിച്ച് ബാക്കി 3 ഇമാമിങ്ങളെയും തള്ളിയ ആളുകളാണ് നമ്മളെ പറ്റി പറയാം ഇമാമിങ്ങളെ തള്ളി. ആകാശത്തിന്റെ താഴെയുള്ള ഏതു തഫ്സീർ കൊണ്ടും തെളിയിക്കാം എന്ന് പറയുന്ന ഹനീഫ് മൗലവിയോട് അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത് അതിലൊരു 10 എഴുതാൻ. ഹനീഫ് മൗലവിക്ക് ഇതുവരെ കാര്യം ബോധ്യപ്പെട്ടില്ല. 10 എഴുതാൻ ഹനീഫ് മൗലവിക്ക് സാധ്യമല്ലെങ്കിൽ 1 എഴുതിയാലും ആ ഒരൊറ്റ തഫ്സീർ കൊണ്ട് കേരള സുന്നി ജമാഅത്ത് വാദം തെളിയിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇനി 10 ഞങ്ങളോട് എഴുതാൻ നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ. ഞങ്ങൾ എഴുതുന്ന 10 തഫ്സീർ നിങ്ങൾ അംഗീകരിക്കും എന്ന് ഈ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ 10 തഫ്സീറിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കൈമാറിയിരിക്കും. അതിലൊരു തർക്കവുമില്ല. മാത്രമല്ല, ഒന്നേത് രണ്ടേത് തമ്മിലെതിരായത് എന്ന് പറഞ്ഞ് സാധുക്കളെ നിങ്ങൾ പൊട്ടീസാക്കുകയല്ലാതെ എന്താണ് ആ സംഭവം എന്ന് പോലും നമ്മുടെ ഹനീഫ് മൗലവിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഹനീഫ് മൗലവി പറഞ്ഞതിന്റെ അർത്ഥം? ആകാശത്തിന്റെ താഴെയുള്ള ഏത് തഫ്സീർ കൊണ്ടും ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് നിങ്ങൾ പറയുന്ന തഫ്സീർ തെറ്റാണ് എന്ന് ഞങ്ങൾ അവിടെ തെളിയിക്കുന്ന. പിന്നീട് മൂപ്പര പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ പറയുന്ന തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ, ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ പറയുന്ന തഫ്സീർ കൊണ്ട് തെളിയിക്കാമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ സന്നദ്ധരല്ല എങ്കിൽ ഇനി ഞങ്ങൾ പറയുന്ന തഫ്സീർ കൊണ്ടാണ് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം വ്യക്തമാക്കണം. ഇനി ഞങ്ങൾ പറയുന്ന തഫ്സീറും അംഗീകരിക്കുന്നില്ല എന്നാണെങ്കിൽ പിന്നെ ഏത് മാനദണ്ഡമാണ് ഇനി ഇവിടെ തെളിയാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും? ഒന്നുകിൽ നിങ്ങൾ 10 തഫ്സീർ ഇങ്ങോട്ട് പറയുക, അതുകൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. നിങ്ങൾ പറയുന്നത് കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. ഇനി അതിന് നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന തഫ്സീർ അംഗീകരിക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കുക. ഇത് 10 ഇതുവരെ എഴുതിയില്ലല്ലോ. 10 അതിന്റെ മുൻഗണനാക്രമം ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ. 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിയൂല. അതുകൊണ്ട് ആ ബടയക്കട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് തഫ്സീർ ഉദ്ധരിച്ചാലും, കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ, ഞങ്ങൾക്കുള്ള ധൈര്യം എന്താ? നിങ്ങൾക്ക് ഒരു തെളിവും ഇല്ല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്.
ആ ധൈര്യത്തിലാണ് ഞങ്ങളുള്ളത്. അത് ഇതുവരെ ഇക്കാലം വരെ കേരളത്തിൽ ഒരു മുസ്ലിയാർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമസ്ത ഉണ്ടാക്കിയിട്ട് കുറെ കൊല്ലാൽ ഇപ്പൊ നജീബ് മൗലവി വന്നോന്നല്ലോ. ആ കാലം മുതൽ ഈ കാലം വരെ ഒരു മുസ്ലിയാർക്കും തെളിവ് ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല, അത് തൗഹീദാണ്, അതിനൊരു കുഴപ്പമില്ലാന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്കും കഴിയില്ല, ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഏത് തെളിവ് ഉദ്ധരിച്ചോളൂ, ഏത് തെളിവ് നിങ്ങൾ ഉദ്ധരിച്ചോളൂ. നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകൾ ആ തെളിവ് തെളിവല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച മാനദണ്ഡം വെച്ച് നമ്മൾ തെളിയിച്ചു തരാൻ. എത്ര നിസ്സാരം നിങ്ങൾക്ക് ഞങ്ങളെ കൊടുക്കാൻ. ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെ കൊടുക്കാലോ. പക്ഷേ കഴിയില്ല, നിങ്ങൾക്കറിയാം. 10 എഴുതണേ. ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾ തെളിയിക്കുന്നതാണ്. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും നിങ്ങളാ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മാനദണ്ഡം എന്താണെന്ന് നമ്മൾ തമ്മിൽ അവിടെ തർക്കം ഉണ്ടായിരിക്കാൻ ഇവിടെ ഒന്നും രേഖപ്പെടുത്തണം എന്നുള്ള വളരെ സുതാര്യമായ കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് സംഗതിയാണെന്ന് ഹനീഫ മൗലവിക്ക് അറിയാം. അതുകൊണ്ടാണ് മൂപ്പലാൻ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖുർആൻ ഹദീസുകളെ മനസ്സിലാക്കാൻ വേണ്ടി നിശ്ചയിച്ചെഴുതി വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും, നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നു. അതാ ഞങ്ങൾ ചോദിക്കുന്നത്. ആ മാനദണ്ഡം അങ്ങ് പറഞ്ഞോ, എഴുതിക്കോ, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ, ഒരേ വഴിക്ക് പോകാമല്ലോ. പിന്നെ ഞങ്ങളൊരു ആർജവം കാണിച്ചിരുന്നു. അതിനെ നിങ്ങൾ ഈ 10 തഫ്സീർ എഴുതിയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എഴുതിയാൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏതെഴുതിയാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കാണിക്കുന്ന ആർജവത്തിന് തുല്യമായി മറിച്ച് ഞങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ എഴുതിയാൽ ഞങ്ങൾ സ്വീകരിക്കാം. ക്ലോസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് മിണ്ടൂല മൂപ്പലാൻ. എഴുതിയെന്നാ ചോദിക്കുന്നത്. ആളുകൾ ഇങ്ങനെ അന്തം പെട്ടിരിക്കുക അവരുടെ പക്ഷത്തുള്ളവർ. ഈ മൂപ്പലാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഇവർ പ്രതീക്ഷിച്ചിരുന്നു, ഒരു മാനദണ്ഡത്തിൽ നിൽക്കുമെന്ന്. ഈ വഴി പിരിഞ്ഞവരും സലഫി മനഹജ് എന്തുകൊണ്ടെന്നുള്ളതും അതുപോലെ തന്നെ സുറൂർ ഇഖ്വാനിസത്തിന്റെ കാണാപ്പുറങ്ങളും അഹമ്മദ് കുട്ടി എഴുതിയതൊക്കെ ഈ കുട്ടികൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികളെ. അപ്പൊ പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾ തെളിയിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഹനീഫ മൗലവി അതൊന്നും പറഞ്ഞാൽ മതി. ഏത് ഭാഷാ ഗ്രന്ഥം കൊണ്ടാണ്, ഭാഷയിലെ മാനദണ്ഡം എന്താണ്, ഏത് തഫ്സീർ ഗ്രന്ഥം കൊണ്ടാണ് നിങ്ങൾ പറയുന്ന മാനദണ്ഡത്തെ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എഴുത് എന്ന് പറഞ്ഞത്. ഞങ്ങളോട് എഴുതാൻ പറയുമ്പോഴും അതുപോലെ തന്നെ സമാനമായ എന്നാൽ ഞങ്ങൾ പറയാം, നിങ്ങൾ എഴുതിയത് ഞങ്ങൾ സ്വീകരിക്കാമെന്ന് തയ്യാറുണ്ടോ പറയാൻ? ആ ചോദ്യം നിലനിൽക്കും. ഞാൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞാണത്, ഇപ്രാവശ്യം പറഞ്ഞൊന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് മാനദണ്ഡം ഉപയോഗിച്ചും നിങ്ങളുടെ ഈ പിഴച്ചവാദത്തിന് നിങ്ങൾ ഏത് ഗ്രന്ഥവും നിങ്ങൾ തെളിവുദ്ധരിച്ചോളൂ, ഏത് ഗ്രന്ഥവും നിങ്ങൾ തെളിവുദ്ധരിച്ചോളൂ. എന്നാൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ആ ഗ്രന്ഥം അത് തെളിവല്ല എന്ന് നിങ്ങൾ തന്നെ എഴുതിയത് വെച്ച്, അതേപോലെ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എഴുതിയത് വെച്ച് തെറ്റാൻ നിങ്ങൾ തെളിയിക്കുന്ന ഞങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഞങ്ങൾക്ക് അതിൽ ഒരു മാറ്റവും ഇല്ല, ഞങ്ങൾ എവിടെയും മാറിപ്പോയിട്ടില്ല. ആ മാനദണ്ഡങ്ങൾ തന്നെയാണ്. പിന്നെ കേൾക്കുന്നത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്, അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകാത്തത് നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, നജീബ് മൗലവി പറഞ്ഞ പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞ മനസ്സിലായാല്? നിങ്ങൾ ഇപ്പൊ മൂപ്പരെ നേതാവാക്കി സ്വീകരിച്ചതല്ലേ? മൂപ്പര് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നു. നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ അറ്റത്തിരിക്കുന്ന പഴയ മധ്യസ്ഥന് മനസ്സിലായി. ഈ 10 എഴുതിയിട്ട് അതിന്റെ മുൻഗണനാക്രമം എഴുതുക എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 1, 2, 3, 4, 5, 6 എഴുതുക എന്നുള്ളത് അപ്രായോഗികമാണ്. അല്ലെങ്കിൽ ഇതാ വഹാബികളെ, ഇതാ പുത്തൻവാദികളെ, ഞങ്ങൾ എഴുതി നടന്ന കടലാസ് ഒന്ന് പൊക്കി കാണിക്കാൻ എന്തൊരു സൗകര്യ, കഴിയൂല, അപ്രായോഗികമാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഒരു തരത്തിലേക്ക് വരണം. എന്നിട്ട് നിങ്ങൾ ഏത് തെളിവ് ഉദ്ധരിച്ചോ? ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഞങ്ങൾ എത്ര ധൈര്യമായിട്ടാ പറയണത്? ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തഫ്സീർ നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കഴിയൂല. ഞങ്ങളൊരു തഫ്സീർ ഉദ്ധരിച്ചാൽ ആ തഫ്സീർ നിങ്ങളുടെ പുതിയ വാദമാണ്, അത് അംഗീകരിക്കൂല എന്ന് ഈ ദുനിയാവിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു മാനദണ്ഡം വെച്ചിട്ടും തെളിയിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാണ് നാദാപുരത്തിന് സംസ്ഥാനം മുങ്ങി, ഇവിടെ സുന്നി ജമാഅത്തായി പൊങ്ങിയത്.
നാദാപുരമൊക്കെ ശരിക്ക് പറയാം. നാദാപുരത്തേത് മാത്രം ഒരു വിഷയം വെച്ച് സംവാദം നടത്തിക്കോ. നാദാപുരത്തെ കുമ്മങ്കോട്ടത്ത് മാത്രം വെച്ചൊരു സംവാദം എഴുതിക്കോ. അതിന് ഞങ്ങൾ തയ്യാറാ. അത് ഇത് കഴിയട്ടെ. ഈ സംഭവം ഒന്ന് പറ. ഇത്ര ഇതിന് ഉസറില്ലാത്ത നിങ്ങളാണല്ലോ ഈ പറയുന്നത്. 10 തഫ്സീർ ഞങ്ങൾ പറഞ്ഞാൽ ആ 10 തഫ്സീർ തന്നെയാണ് ഖുർആനെ സമീപിക്കാൻ നമ്മൾ രണ്ടു കൂട്ടരും വാദപ്രതിവാദത്തിൽ തയ്യാറാവുക, അത് വ്യവസ്ഥയിൽ രേഖപ്പെടുത്താമെന്ന് സമ്മതിച്ചാൽ അന്നിമിഷം തരാ 10 തഫ്സീർ. ആ നിമിഷം തരാ 10 തഫ്സീർ. അന്നിമിഷം ഒറ്റ പോയിന്റിൽ നിന്നോ 10 തഫ്സീർ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കും. അതുതന്നെയാണ് വാദപ്രതിവാദത്തിൽ ഖുർആനെ തഫ്സീറുമായി സമീപിക്കാൻ വേണ്ടത്. അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന പ്രമാണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അന്നിമിഷം പറയും. അന്നിമിഷം 10 തഫ്സീർ പറയാ. 10 തഫ്സീർ പറയാനാ ഞങ്ങൾക്ക് പ്രയാസം. 10 തഫ്സീർ പറയാ. 10 തഫ്സീർ എപ്പോഴും നോക്കി കാണുന്ന ഞങ്ങൾക്ക് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ പറയുന്ന തഫ്സീറാണ് വാദപ്രതിവാദത്തിൽ ഖുർആനെ സമീപിക്കാൻ പ്രമാണമാക്കുക എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ ആണത്തത്തോടുകൂടെ പറയാൻ തയ്യാറായാൽ അന്നിമിഷം പറയാം. അന്നിമിഷം. ഭാഷാഗന്ധവും ഞങ്ങൾ പറയുന്ന ഭാഷാഗന്ധം ഖുർആൻ അർത്ഥം പറയാൻ മാനദണ്ഡമാക്കാൻ പറ്റുന്നതാണ് പ്രമാണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അന്നിമിഷം ഞങ്ങൾ ഭാഷാഗന്ധം പറയാം. ഞങ്ങൾ പറയുന്ന ഭാഷാഗന്ധം പറയാം. ഞങ്ങൾ നിങ്ങളുടെ കോർട്ടിൽ കിട്ടിയതിന് പന്ത് നിങ്ങൾക്ക് സൗകര്യത്തിന്. അതുകൊണ്ട് മനസ്സിലാക്കി പറയുക. 10 തഫ്സീർ ഞങ്ങൾ പറഞ്ഞാൽ അതുതന്നെയാണ് വാദപ്രതിവാദത്തിൽ ഖുർആനെ മനസ്സിലാക്കാൻ തഫ്സീർ നിങ്ങൾ അവലംബിക്കുക എന്ന് പറയുക. അന്നേരം 10 തഫ്സീർ പറയും. ഭാഷാഗന്ധങ്ങളാവട്ടെ ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം ഭാഷാഗന്ധങ്ങളും പറയും. ധൈര്യമുണ്ടെങ്കിൽ അത് പറയൂ. അങ്ങനെ പറഞ്ഞാൽ ഈ വ്യവസ്ഥയിൽ വെറുതെ ഉരുണ്ടി കളിക്കുന്നതും മഞ്ഞിൽ പോലെ ഇങ്ങനെ ചാടി കളിക്കുന്നതും ഒക്കെ നമുക്ക് മാറ്റാം. വെറുതെ നീണ്ടുപോകണ്ട. ഒറ്റ പറച്ചിന് മാത്രം 10 തഫ്സീർ ഞങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾ വാദപ്രതിവാദത്തിൽ പ്രമാണമായി അത് അംഗീകരിക്കുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അത് വ്യവസ്ഥയായി രേഖപ്പെടുത്തുമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ ഒറ്റ പോയിന്റ് കൊണ്ട് തീരും. 10 തഫ്സീർ ഞങ്ങൾ പറയാം. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, 10 ആക്കണ്ട. ആകാശത്തിന് ചോട്ടിലുള്ള ഏത് തഫ്സീറും തിരിച്ചോ. എന്ത് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ തരുന്നത്? ഞങ്ങൾ അനുവദിച്ചു തരാണ് നിങ്ങൾക്ക്. ഞങ്ങള് മുജാഹിദ് പ്രസ്ഥാനം അനുവദിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഏത് ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് തഫ്സീറും ഉദ്ധരിച്ചോ. എന്നാൽ ആ തഫ്സീർ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്നുള്ള ആത്മവിശ്വാസമല്ലേ ഞങ്ങൾക്ക്. ഇനി അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഉദ്ധരിച്ചാലോ അത് നിങ്ങൾ തന്നെ എഴുതി വെച്ച നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും. ഇതാ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് തെളിയിക്കാൻ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തഫ്സീർ തെറ്റാന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്ക്. എന്നിട്ട് സംവാദം നടക്കട്ടെ. ആരാണ് മലിഞ്ഞിൽ പോലെ ഒഴിഞ്ഞു മാറി? ഇപ്പം മനസ്സിലായല്ലോ. നാദാപുരത്ത് മലിഞ്ഞിൽ പോയിട്ട് കോതമംഗലത്താ പൊങ്ങിയത്. കോഴിക്കോട് ജില്ലയെ പൊങ്ങിയിട്ടില്ല, മലപ്പുറത്ത് പൊങ്ങിയിട്ടില്ല, എറണാകുളത്താ പൊങ്ങിയത് അല്ലേ? നിങ്ങൾ ഒഴിഞ്ഞു മാറി. കേരള ജംഇയ്യത്തുൽ ഉലമ മുഴുവൻ ഞങ്ങളുടെ നിബന്ധനകളും